നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനകളുടെ ദിവസങ്ങളിൽ ഒന്നിൽ ശ്രേഷ്ഠ അഭിഷക്തനോടും കുടുംബത്തോടും ബദൽ ഫാമിലിയോടും ഒപ്പമായിരിക്കാൻ സ്വർഗം എനിക്ക് ഒരുക്കിയ വലിയ കൃപയ്ക്ക് രക്ഷകന്റെ പാദത്തിങ്കൽ ഞാൻ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഷാജു സാമുവൽ പാസ്റ്റർ അവർകളെ ഫാമിലിയെ ദൈവമക്കൾ ഓരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇൻ പേഴ്സൺ എന്നതിന് ശേഷം സൂമിൽ കൂടെ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ നൽകിയ കൃപയ്ക്ക് സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ലൈവായിട്ട് ഇന്ന് ആരാധനയിലുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സൗകര്യം പോലെ വീഡിയോ ഓൺ ചെയ്താൽ മതി, നിർബന്ധമില്ല. ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ട ഏറ്റവും മനോഹരമായിരുന്ന അല്ലെങ്കിൽ ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം എന്നുള്ളത് താൻ രാജാക്കന്മാരുടെ മുൻപാകെ അല്ലെങ്കിൽ കൈസറുടെ മുൻപാകെ താൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി നിൽക്കുമെന്നുള്ളതായിരുന്നു. അന്ന് ലോകം ഭരിക്കുന്ന ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന, ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ബൃഹത്തായ സാമ്രാജ്യമായിരുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായിരിക്കുന്ന കൈസറുടെ മുൻപാകെ, സീസറുടെ മുൻപാകെ ചെന്ന് നിന്ന് ദൈവവചനം പ്രസംഗിക്കും എന്നുള്ളത് പൗലോസിനോടുള്ള ഒരു വാഗ്ദത്തമായിരുന്നു. എന്നാൽ മറ്റെല്ലാ സന്ദർഭങ്ങളെക്കാട്ടിലും ഉപരി പൗലോസ് ഏറ്റവും കൂടുതൽ പ്രതികൂലം അനുഭവിച്ചതും ഈ വാഗ്ദത്ത നിവർത്തീകരണത്തിന് മുൻപായിട്ടാണ്. ഈ വാഗ്ദത്ത നിവർത്തീകരണത്തിന് മുൻപായിട്ടാണ് 3 വർഷം താൻ തടവിലാക്കപ്പെട്ടു. 3 വർഷം തടവിലാക്കപ്പെട്ട ആ തടവിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള യാത്രയിലാകുന്നു അലക്സാണ്ട്രിയ കപ്പൽ തകർക്കപ്പെടുന്നതും അദ്രമുത്യ കടലിടുക്കിൽപ്പെട്ട് താൻ ഇടുന്നതും അവസാനം കപ്പലിൻ്റെ പലക കഷ്ണങ്ങളിൽ പിടിച്ച് നീന്തി തുടിച്ച് മാൾട്ട എന്ന ദ്വീപിലെത്തുന്നതും അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അണലി കയറി കയ്യിൽ കുത്തുന്നതും അവിടെ നിന്ന് അശ്വിനി ചിഹ്നമുള്ളതായിട്ടുള്ള ഒരു കപ്പലിൽ കയറി റോമയിലേക്ക് പോകുന്നതും കൈസറുടെ മുമ്പാകെ പ്രസംഗിക്കുന്നതും. അതിൽ നിന്ന് ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയട്ടെ. ശ്രേഷ്ഠമായ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് മുൻപേ പരീക്ഷ അതികഠിനമായിരിക്കും. സാധാരണമായ വാഗ്ദത്തമാണെങ്കിൽ സാധാരണമായ പരീക്ഷയായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ലൈഫിൻ്റെ പരീക്ഷകൾ തീവ്രമാകുമ്പോൾ നിങ്ങൾ അറിയണം, യു ആർ ക്ലോസർ ടു ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പരീക്ഷയുടെ അതികാഠിന്യം സംഭവിക്കും. എന്നാൽ അത് കേവലം പരീക്ഷ മാത്രമായിരുന്നില്ല. പൗലോസ് ഈ 3 വർഷം ജനങ്ങളോട് പ്രസംഗിച്ചില്ല. പൗലോസ് ഈ 3 വർഷം വലിയ സദസ്സുകളിൽ, വേദികളിൽ പ്രസംഗിച്ചില്ല. എന്നാൽ പൗലോസ് ഈ 3 വർഷത്തിനിടയ്ക്ക് 3 പേരോട് പ്രസംഗിച്ചു. പ്രധാനമായിട്ട് ഒന്ന് ഫേലിക്സ്, ഫെസ്തോസ് എന്നീ 2 ഗവർണർമാരുടെ അടുക്കൽ, അതിനപ്പുറമായിട്ട് അഗ്രിപ്പ രാജാവിൻ്റെ അടുക്കൽ. അപ്പോൾ ഈ 3 വർഷത്തിൽ താൻ വലിയ ആയിരങ്ങളോട് പ്രസംഗിച്ചില്ല. പക്ഷേ ഫേലിക്സ്, ഫെസ്തോസ്, അഗ്രിപ്പ എന്നീ 3 ദേശാധിപതികളുടെ അടുക്കൽ പ്രസംഗിക്കുകയാണ്. അത് 3 പ്രസംഗങ്ങളും പൗലോസിൻ്റെ ജീവിതത്തിലെ ട്രെയിനിങ്ങുകളായിരുന്നു. എങ്ങനെ ഒരു രാജാവിൻ്റെ മുൻപാകെ പ്രസൻറ്റ് ചെയ്യപ്പെടണം, എങ്ങനെ ഒരു രാജാവിൻ്റെ മുൻപാകെ സംസാരിക്കണമെന്നുള്ള ട്രെയിനിങ്ങുകളായിരുന്നു. ഈ പ്രഭാഷണങ്ങളിൽ ഫേലിക്സിനും ഫെസ്തോസിനും ശേഷമായി അഗ്രിപ്പ 2-ാമൻ രാജാവിൻ്റെ മുൻപാകെ പൗലോസ് പ്രസംഗിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അഗ്രിപ്പ രാജാവും ബർണൈസ് രാജ്ഞിയും പൗലോസിൻ്റെ പ്രഭാഷണം കേൾക്കുവാനായി വന്നിരുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അത്യാഡംബരത്തോടുകൂടെ അവർ വന്നിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രഭാഷണത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു പോഡിയം അല്ലെങ്കിൽ ഒരു പ്രസംഗ വേദിയിൽ നിൽക്കുന്ന ഒരു പ്രാസംഗികൻ, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ഒരു ഓഡിയൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഡംബരപൂർണമായി നിൽക്കുന്ന സ്വർണവും വെള്ളിയും പൊന്നും രത്നങ്ങളുമൊക്കെ ആഭരണങ്ങളായി ധരിച്ച്
വളരെ മിന്നിത്തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് രാജാവിരിക്കുന്നു, രാജ്ഞിയിരിക്കുന്നു, കിരീടം വെച്ച് അതിനിപ്പുറം അകമ്പടി സേവിക്കുന്നതായ ശ്രേഷ്ഠ മന്ത്രിപ്രഭുക്കന്മാരും രാജ്യാധികാരികളും ഗവർണർമാരും നിറഞ്ഞു നിൽക്കുന്ന ഒരത്യുഗ്രമായിരിക്കുന്ന സദസ്സ്. ആ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന ആളുടെ വേഷവും കോലവും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു കഷണ്ടിത്തലയൻ, അകം വളഞ്ഞ, നീളം കുറഞ്ഞ, വളഞ്ഞ മൂക്കുള്ളതായിട്ടുള്ള ഒരകങ്കൂനുള്ളതായ ഒരു മനുഷ്യൻ ചങ്ങല ധരിച്ചുകൊണ്ട്, കാരാഗ്രഹ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ അലങ്കാര വിഭൂഷിതമായിരിക്കുന്ന രാജസദസ്സിനെ നോക്കി പ്രസംഗിക്കുകയാണ്. എന്നാൽ ആ പ്രസംഗം പൂർത്തീകരിക്കുന്നതിന് മുൻപേ പ്രൗഢഗംഭീരമായ സദസ്സിൽ നിന്ന് അഗ്രിപ്പ രാജാവ് വിളിച്ചു പറഞ്ഞു, പ്രസംഗം നിർത്ത്, പ്രസംഗം നിർത്ത്, ഇത് മുഴുവനും കേട്ടോണ്ടിരിപ്പാൻ എനിക്ക് ചങ്കുറപ്പില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കിടുകിട വിറച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ലോകത്തിൻ്റെ ആഡംബരങ്ങളും അധികാരങ്ങളും മുഴുവനും നിറഞ്ഞു നിന്ന സദസ്സിനെ നോക്കി ഒരു കാരാഗ്രഹ വസ്ത്രം ധരിച്ച് ബന്ധിതനായിരിക്കുന്ന, ആളിൽ നീളം കുറിയനായിരിക്കുന്ന, കഷണ്ടിത്തലയനായി പാറിപ്പറഞ്ഞ് താടിയും മുടിയും ഒരു മനുഷ്യൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ രാജസദസ്സ് നടുങ്ങിപ്പോയി. കാരണം എന്തെന്നാൽ ആ പൗലോസ് പ്രസംഗിച്ചത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായിരുന്ന ക്രിസ്തുവിനെ ആയിരുന്നു. ഒരു അഭിഷക്തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു അഭിഷക്തൻ്റെ അകത്ത് കിടക്കുന്ന ദൈവശക്തിയുടെ മുൻപാകെ രാജ്യാധികാരങ്ങൾ ചലിക്കും. ബാബിലോണിൽ ദുരാസമഭൂമിയിൽ ഉയർത്തി നിർത്തിയ സ്വർണബിംബത്തിൻ്റെ ഇപ്പുറത്തിരുന്നു കൊണ്ട്, സ്തോത്രം, നെബൂഖദ്നേസർ രാജാവ് സകല ഗവർണർമാരുടെയും കൂടെ അത്യുഗ്രമായ സദസ്സിലിരിക്കുകയാണ്. എന്നാൽ താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താൻ തീയിലേക്ക് എറിഞ്ഞു കളഞ്ഞ കെട്ടപ്പെട്ട 3 പുരുഷന്മാർക്കപ്പുറം നാലാമതൊരാൾ അതിനകത്ത് നടക്കുന്നതിനെ താൻ കണ്ടു. അത് കണ്ട മാത്രയിൽ അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നെബൂഖദ്നേസർ രാജാവ് ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ വണ്ടറടിച്ച് നോക്കി നിൽക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന ആളിനെ വിളിച്ച് പരിഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റുവെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് ദൈവമക്കളോട് പറയട്ടെ, ഏത് അത്യുഗ്ര രാജാവിൻ്റെ ഉഗ്രമായ സദസ്സായിരുന്നാലും നിന്റെ മേൽ കിടക്കുന്ന ദൈവ സാന്നിധ്യത്തെ കണ്ടാൽ അവൻ ഇരിപ്പടം വിട്ട് എഴുന്നേൽക്കും. നീ കടന്നു പോകുന്നത് അഗ്നിശോധനയിൽ കൂടെ ആയിരിക്കും ദൈവ പൈതലെ. നീ കടന്നു പോകുന്നത് കെട്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും ദൈവ പൈതലെ. നിന്റെ കൂടെ ആരുമില്ലായിരിക്കും. നീ 3 പേർ ഒറ്റപ്പെട്ടവനായി നടക്കുകയായിരിക്കും. പക്ഷെ നിനക്കെതിരെ നിൽക്കുന്ന പരിഹാസത്തിൻ്റെ, അഹംഭാവത്തിൻ്റെ നിറകുടമായി നിൽക്കുന്ന നെബൂഖദ്നേസർ ഇരിപ്പടം വിട്ട് എഴുന്നേറ്റു. ആരാ നെബൂഖദ്നേസറെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? നെബൂഖദ്നേസർ പറയും, അവരുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ് എന്നെ ഇരിപ്പടം വിട്ട് എഴുന്നേൽപ്പിച്ചത്. ഇന്ന് പകൽ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ദൈവജനത്തോട് പറയട്ടെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പോലെ ദൈവ സാന്നിധ്യത്തെ ചുമക്കാം. പൗലോസിനെ പോലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എംബ്രേസ് ചെയ്ത് മുറുകെ പിടിക്കാം. ദൈവ സാന്നിധ്യത്തെ വഹിക്കാം, ക്രിസ്തുവിനെ മുറുകെ പിടിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു രാജശക്തിയും ഒരന്ധകാര ശക്തിയും ഒരു ദേശബലവും എനിക്കും നിങ്ങൾക്ക് നേരെ ഉറച്ചു നിൽക്കുകയില്ല. കാരണം അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനും ശ്രേഷ്ഠനും ഉന്നതനുമായവൻ നമ്മോടുകൂടെയുണ്ട്. സിംഹാസനങ്ങളിൽ നിന്ന് രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രസൻസിനെ ക്യാരി ചെയ്യാം. ജീവിക്കുന്നത് അഗ്നിശോധനയുടെ പ്രതികൂലത്തിൻ്റെ നടുവിലായിരിക്കട്ടെ, പക്ഷേ ലെറ്റ് us carry the presence of God. Let us embrace Christ more deeply. ഞാൻ ദൈവവചനത്തിലെ ഈ അഗ്രിപ്പ രാജാവിൻ്റെ അടുക്കൽ പൗലോസ് പ്രസംഗിക്കുന്ന പ്രഭാഷണ ഭാഗത്തിൽ നിന്നാണ് ഞാൻ 2 വാക്യങ്ങളെ വായിച്ചു നിങ്ങളെ കേൾപ്പിച്ചത്. 26-ാം അധ്യായത്തിലെ 6, 7, 8 വാക്യങ്ങൾ. അഗ്രിപ്പ രാജാവിനോടുള്ള പ്രഭാഷണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 3 ഭാഗങ്ങളായിട്ടാണ് പൗലോസ് വളരെ സ്ട്രക്ചേർഡായിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. 4 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങളെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈഫ് ബിഫോർ ദ എൻകൗണ്ടർ, ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതത്തെക്കുറിച്ചാണ് 4 തുടങ്ങി 11 വരെയുള്ള. ഫ്രം വേഴ്സസ് 4 to 11 he explained how he led his life before meeting Jesus, before Christ. രണ്ടാമതായി താൻ 12 തുടങ്ങി ഫ്രം വേഴ്സസ് 12 to 18 he was explaining the encounter with Christ. ക്രിസ്തുവുമായിട്ടുള്ള ആ എൻകൗണ്ടറിനെയാണ് ആ 12 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിക്കുന്നത്. 19 തുടങ്ങി 23 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആഫ്റ്റർ ദ വിഷൻ, ഹൗ ഹി വാസ് ഒബീഡിയൻ ടു വിഷൻ, ഹൗ ഹി വാസ് ഒബീഡിയൻ ടു ഹെവൻലി വിഷൻ, സ്വർഗീയ ദർശനത്തിന് അനുസരണമുള്ളവനായി ജീവിച്ചു.
എന്ന് താൻ പറയുകയാണ്. തൻ്റെ ലൈഫിനെ 3 ഭാഗമായി പൗലോസ് തിരിക്കുകയാണ്. 1 ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം, 2 ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവം, 3 ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം സ്വർഗീയ ദർശനത്തിന് അനുസാരമായി താൻ ജീവിച്ച ജീവിതം. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് താൻ ആ പ്രസംഗത്തെ, തൻ്റെ സാക്ഷ്യത്തെ വിശദീകരിക്കുന്നത്. അതിലെ 1-ാം ഭാഗത്തിൽ താൻ എടുത്തുകൊള്ളിക്കുന്നതായ ഒരു ഭാഗത്തിലേക്കാണ് നാം വായിച്ചത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില ഭാഗങ്ങൾ നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്ന രാജാവേ, യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത്. ഞാൻ അതിനകത്ത് ഒരു ഭാഗത്തിലേക്ക് ആദ്യം നിങ്ങളെ കൊണ്ടുവരികയാണ്. അദ്ദേഹം പറയുകയാണ്, വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ. വാഗ്ദത്തത്തിനകത്ത് എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ 1-ാമത്തെ ഭാഗത്തെ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. യു മസ്റ്റ് ഹാവ് എ ഹോപ്പ് ഇൻ യുവർ പ്രോമിസ്. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിനകത്ത് നിനക്കൊരു ഹോപ്പ് ഉണ്ടാകണം. അതിൻ്റെ എല്ലാ സാധ്യതകളും നശിച്ചാലും, അതിൻ്റെ ചുറ്റുപാടുകളിലുള്ളതെല്ലാം പ്രതികൂലമായിരുന്നാലും, യു മസ്റ്റ് ഹാവ് എ സ്ട്രോങ് ഹോപ്പ് ഇൻ ദ പ്രോമിസ് യു റിസീവ്ഡ് ഫ്രം ഗോഡ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹോപ്പ് ഓഫ് ദ പ്രോമിസ് മെയ്ഡ് ഓഫ് ഗോഡ്. നിന്നോടുള്ള വാഗ്ദത്തം മനുഷ്യനല്ല, ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഗാഡ്, ഇറ്റ്സ് മെയ്ഡ് ബൈ ഗാഡ്. ദൈവമാണ് ആ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്. ആ വാഗ്ദത്തത്തിൽ ഒരു ഹോപ്പ് ഉണ്ടായിരിക്കണം. ഐ ഹാവ് എ ഹോപ്പ് ഇൻ ദ പ്രോമിസ്. എൻ്റെ വാഗ്ദത്തത്തിൽ, എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. ആമേൻ. ശരീരം ബലഹീനപ്പെട്ടേക്കാം, സാഹചര്യങ്ങൾ പ്രതികൂലമായേക്കാം, വഴികളും വാതിലും അടഞ്ഞേക്കാം, എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കാം. പക്ഷെ സ്റ്റിൽ ഐ ഹാവ് എ ഹോപ്പ്, ഐ ഹാവ് എ സ്ട്രോങ് ഹോപ്പ് ഇൻ ദ പ്രോമിസ് മെയ്ഡ് ഓഫ് ഗാഡ്. ദൈവം എന്നോട് പറഞ്ഞത്, എനിക്ക് ആ വാഗ്ദത്തത്തിൽ ഒരു ഉറപ്പുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. എനിക്ക് ആ വാഗ്ദത്തത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ഏതൊക്കെയോ പ്രവാചകന്മാർ പറഞ്ഞതാ, ഒന്നും നടക്കുന്നില്ല. നീ വാഗ്ദത്തത്തെ നോക്കി നിരാശയുടെ വർത്തമാനം പറയരുത്. നീ വാഗ്ദത്തത്തെ നോക്കി സംശയത്തിൻ്റെ വർത്തമാനം പറയരുത്. നീ വാഗ്ദത്തത്തെ നോക്കി ദീർഘശ്വാസം വിടരുത്. വാഗ്ദത്തത്തെ നോക്കി പുഞ്ചിരിക്ക്, വാഗ്ദത്തത്തെ നോക്കി സന്തോഷിക്ക്. വാഗ്ദത്തത്തിനകത്ത് ഒരു ഹോപ്പുണ്ട്. പക്ഷേ ഈ വാഗ്ദത്തത്തിനകത്ത് ഹോപ്പുള്ളവന് കാര്യങ്ങളെല്ലാം അനുകൂലമാണെന്ന് ചിന്തിക്കരുത്. പൗലോസ് ഇവിടെ 2 കാര്യങ്ങൾ പറയുകയാണ്. ആ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. രണ്ടാമതായി പറയുകയാണ്, ആ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ എൻ്റെ മേൽ യഹൂദന്മാർ കുറ്റം ചുമത്തുന്നത്. കണ്ടോ, വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായി 1, യഹൂദന്മാർ കുറ്റം ചുമത്തുകയാണ്. ഇഫ് യു ആർ എ മാൻ വിത്ത് എ ഹോപ്പ് ഇൻ ദ പ്രോമിസ്, യു വിൽ ബി അക്യൂസ്ഡ് ഓഫ് ദ പീപ്പിൾ. മനുഷ്യർ നിന്നെ കുറ്റം ചുമത്തും, മനുഷ്യർ നിന്നെ പരിഹസിക്കും, മനുഷ്യർ നിന്നെ വിമർശിക്കും. വാഗ്ദത്തത്തിൽ പ്രത്യാശയുള്ളവൻ്റെ മേൽ പല അക്യൂസേഷനുകളും വന്നെന്നിരിക്കും. നീ തൊടുന്നതിലും പിടിക്കുന്നതിലും എല്ലാം ആരോപണങ്ങൾ ഉണ്ടായിരിക്കും. നീ തൊടുന്നതിലും പിടിക്കുന്നതിലും എല്ലാം അക്യൂസേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, വാഗ്ദത്തത്തിൽ പ്രത്യാശയുള്ളവരെതിരെ ഒരു അക്യൂസേഷൻ ഉണ്ട്. നിനക്കെതിരെ എന്ത് ആരോപണങ്ങൾ, ശത്രുമണ്ഡലങ്ങൾ ഉന്നയിച്ചാലും നീ അധൈര്യപ്പെടരുത്. ഹോൾഡ് ഓൺ ദ ഹോപ്പ് ഇൻ ദ പ്രോമിസ്. രണ്ടാമതായി അദ്ദേഹം പറയുകയാണ്, ആദ്യമായി പറയുകയാണ്, ഈ പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. മലയാളത്തിൽ അത് വിസ്താരത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ 6-ാം വാക്യത്തിൽ KJV വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: നൗ ഐ സ്റ്റാൻഡ് ആൻഡ് ഐ ആം ജഡ്ജ്ഡ് ഫോർ ദ hope of promise made of God. I am judged because of the hope in promise made of God. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, because of the hope in the promise, you may be accused. More than that, you may be judged, misjudged. മനുഷ്യൻ നിന്നെ തെറ്റായി വിധിച്ചേക്കാം. നീ ഒരു അഹങ്കാരിയാണെന്ന്, നീ ഗതി പിടിക്കത്തില്ലെന്ന്, നീ നന്നാവത്തില്ലെന്ന്, നീ രക്ഷപ്പെടത്തില്ലെന്ന് മനുഷ്യൻ നിന്നെ നോക്കി ജഡ്ജ് ചെയ്തേക്കാം. പക്ഷെ പൗലോസ് പറയുകയാണ്, ഐ ആം ജഡ്ജ്ഡ് because of the hope in the promise made of God. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ട് ഏതൊക്കെ മിസ്ജഡ്ജ്മെൻറ്റുകൾ, ഏതൊക്കെ റോങ് വേർഡിക്റ്റുകൾ എനിക്കെതിരെ വന്നാലും, ഏതൊക്കെ അക്യൂസേഷനുകൾ എനിക്കെതിരെ വന്നാലും എൻ്റെ ഹോപ്പിനെ തകർക്കാൻ കഴിയത്തില്ല. സ്റ്റിൽ ഐ ഹാവ് ദ ഹോപ്പ് ഇൻ ദ പ്രോമിസ്. ഇനിയും അടുത്തതായി അദ്ദേഹം പിതാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. അവർ ഇങ്ങനെയാണ് പറയുന്നത്: എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതായ വാഗ്ദം.
വാഗ്ദത്തം, എത്തിപ്പിടിക്കാൻ ആശിക്കുന്ന വാഗ്ദത്തം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, എത്തിപ്പിടിക്കാൻ ആശിക്കുന്ന വാഗ്ദത്തം. അപ്പോൾ വാഗ്ദത്തത്തെ എന്തോ വേണം? എത്തിപ്പിടിക്കാൻ ആശിക്കണം. വാഗ്ദത്തം വരുന്നേ വരട്ടെ, നടക്കുന്നേ നടക്കട്ടെ, ഞാൻ ഇനിയിപ്പോൾ എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞ് നിരാശപ്പെടുകയല്ല, വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കാൻ ആശിക്കണം. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, വാഗ്ദത്തത്തെ ഞാൻ എത്തിപ്പിടിക്കും. എത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എത്താത്തിടത്തിരിക്കുന്ന സാധനമാണ് എത്തിപ്പിടിക്കുന്നത്. ഇന്ന് പകൽ ഇതിനകത്ത് ഞാൻ പറയട്ടെ, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഒരു പക്ഷേ ബിയോണ്ട് യുവർ ലിമിറ്റ്, ബിയോണ്ട് യുവർ എക്സ്പെക്റ്റേഷൻ, നിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തായിരിക്കും, നിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തായിരിക്കും, നിന്റെ പൊട്ടൻഷ്യലിന് അപ്പുറത്തായിരിക്കും, നിന്റെ ഹൈറ്റിന് അപ്പുറമായിരിക്കും, നിന്റെ ആക്സസിന് അപ്പുറമായിരിക്കും. പക്ഷേ ഇന്ന് പകൽ പറഞ്ഞാട്ട്, വാഗ്ദത്തം എത്ര അകലെ കിടന്നാലും, വാഗ്ദത്തം എത്ര ഇൻഅക്സസിബിൾ പോയിന്റിൽ കിടന്നാലും ഞാൻ അതിനെ എത്തിപ്പിടിക്കും. 1000 ശത്രുക്കൾ അതിനെതിരെ മതിൽ കെട്ടി നിർത്തിയാലും ഞാൻ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കും. പൊട്ടക്കുഴിയിൽ കിടന്ന് ഞാൻ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കും. കാരാഗ്രഹത്തിൽ കിടന്ന് ഞാൻ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കും. ഞാൻ ജനിച്ചത് ഒരു ഇടയക്കുടിലാണ്, വാഗ്ദത്തം കിടക്കുന്നത് മിസ്രൈമിലെ കൊട്ടാരത്തിലാണ്. പക്ഷേ ഞാൻ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കും. ഇന്ന് പകൽ വാഗ്ദത്തം നിന്റെ അരികത്ത് വന്നാൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നീ ഒരിക്കലും കയറി ചെല്ലത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത് വാഗ്ദത്തത്തെ മാറ്റിവെക്കുവാൻ ശത്രു പരിശ്രമിച്ചാലും, നിന്റെ വാഗ്ദത്തത്തിനിപ്പുറം എത്ര ഉയർന്ന വോള്, എത്ര ഉയർന്ന മതിൽ പണിത് ശത്രു നിന്നെ തടഞ്ഞു നിർത്തുവാൻ നോക്കിയാലും, ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ഞാൻ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കും. വാഗ്ദത്തത്തെ എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതായ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ വാഗ്ദത്തം, എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ വാഗ്ദത്തം. അപ്പോൾ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കണം സഹോദരങ്ങളെ. ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ നോക്കി ഒരു പ്രത്യാശയോടെ പുഞ്ചിരിച്ചാട്ടെ. ആ വാഗ്ദത്തം എത്ര വിദൂരതയിലായിരുന്നാലും ഞാനതിനെ എത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞാട്ടെ. ആ വാഗ്ദത്തം നിന്റെ പക്കൽ വരും. ആ വാഗ്ദത്തത്തിനകത്ത് നീ കണക്റ്റ് ആകും. വിശ്വസിക്ക്, ദൈവത്തിന് സ്തോത്രം പറ. എന്നാൽ എങ്ങനെ ഈ വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കാൻ കഴിയും? വാഗ്ദത്തത്തെ എങ്ങനെയാണ് എത്തിപ്പിടിക്കാൻ കഴിയുന്നത്? അതാണ് ഇന്നത്തെ വിഷയം. പൗലോസ് ഇവിടെ പറയുകയാണ്, നമ്മുടെ 12 ഗോത്രങ്ങളും, 7-ാം വാക്യം, നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ വാഗ്ദത്തം. അപ്പോൾ ആ വാഗ്ദത്തത്തെ അവരെങ്ങനെയാണ് എത്തിപ്പിടിക്കാൻ നോക്കുന്നത്? അവരെ വാഗ്ദത്തത്തെ കൈക്കലാക്കാൻ എങ്ങനെയാണ് നോക്കുന്നതെന്നറിയാമോ? ഇങ്ങനെയാണ്: രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുക. രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുക. ഞാനിങ്ങനെ പറയും, ആരാധന വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കുന്നതാണ്. ആരാധിക്കുന്നവൻ വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കും. പക്ഷേ ആ ആരാധനയുടെ 2 ഭാഗമാണ് പറയുന്നത്. ഒന്ന്, രാപ്പകൽ നീ ആരാധിക്കണം. രാപ്പകൽ ആരാധിക്കണം. ജീവിതത്തിൻ്റെ രാത്രിയിലും ആരാധിക്കണം, ജീവിതത്തിൻ്റെ പകലിലും ആരാധിക്കണം. പകൽ ആരാധിക്കാൻ, നമ്മൾക്ക് പകലൊന്ന് ആരാധിക്കണമെന്ന് ചിന്തിച്ചാൽ 10 പേര് കാണും ആരാധിക്കാൻ. പക്ഷേ രാത്രിയിൽ ആരാധിക്കാൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളാണ്. ജീവിതത്തിൽ ആരുമില്ലാത്തപ്പോഴും ആരാധിക്കണം, എല്ലാവരും ഉള്ളപ്പോഴും ആരാധിക്കണം, സൗഖ്യമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും ആരാധിക്കണം. ദാവീദ് പറയുകയാണ്, ഞാൻ രാത്രികാലങ്ങളിൽ ഞാൻ നിനക്ക് പാട്ടുപാടിക്കൊണ്ടേയിരിക്കും, രാത്രിയിൽ എൻ്റെ സംഗീതം ഓർത്തുകൊണ്ടേയിരിക്കും. ലെറ്റ് us be worshippers of the night and day. രാത്രിയിലും പകലിലും നമുക്ക് ആരാധിക്കാം. പകൽ നമ്മുടെ മുഖം എല്ലാവർക്കും കാണുവാൻ കഴിയും, പകൽ നമുക്കും മറ്റുള്ളവരെ കാണുവാൻ കഴിയും. പക്ഷേ രാത്രിയിൽ നമ്മളെ ആർക്കും കാണുവാൻ കഴിയത്തില്ല. സീസൺ ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ അവിടെയും എന്തു ചെയ്യണം? രാത്രിയിലും നാം ആരാധിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ പിതാക്കന്മാർ രാവും ആരാധിച്ചു, പകലും ആരാധിച്ചു, ഒറ്റപ്പെട്ടപ്പോഴും ആരാധിച്ചു, ആൾ കൂടുള്ളപ്പോഴും ആരാധിച്ചു, തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും ആരാധിച്ചു, അംഗീകരിക്കപ്പെട്ടപ്പോഴും ആരാധിച്ചു, സങ്കടത്തിലും ആരാധിച്ചു, സന്തോഷത്തിലും ആരാധിച്ചു. എന്താണ് അവർ അങ്ങനെ ആരാധിച്ചതിൻ്റെ കാരണം? they were chasing a promise. അവരൊരു വാഗ്ദത്തത്തെ പിന്തുടരുകയായിരുന്നു. ഇന്ന് പകൽ എല്ലാം പ്രതികൂലമായിട്ട്, എടാ പൊട്ട, നീ എന്തിനാ ആരാധിക്കുന്നത്? ഞാൻ ആരാധിക്കുന്നത്, ഞാനൊരു വാഗ്ദത്തത്തെ ഫോളോ ചെയ്യുകയാണ്, ഞാനൊരു വാഗ്ദത്തത്തെ ചേസ് ചെയ്യുകയാണ്. എടാ, ഈ പ്രാർത്ഥിച്ച് നീ പിന്നെ ഈ ഗതിയായിട്ടും പിന്നെ നീ എന്തിനാ ആരാധിക്കുന്നത്? പറയണം, ഞാൻ ആരാധിക്കുന്നതിൻ്റെ പിമ്പിലുള്ള കാരണം, ഐ ആം ചേസിങ് എ പ്രോമിസ്, ഐ ആം ഫോളോയിങ് എ പ്രോമിസ്. ഞാൻ വാഗ്ദത്തത്തെ പിന്തുടരുകയാണ്. എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതായ വാഗ്ദത്തം, അത് രാപ്പകൽ ആരാധിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ ആലയത്തിലെ നിലവിളക്ക് ഒരിക്കലും അത് അണയുവാൻ പാടില്ല. ദൈവത്തിൻ്റെ ആലയത്തിലെ യാഗപീഠം ഒരിക്കലും അത് കെട്ടുപോകുവാൻ പാടില്ല. ആമേൻ. അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. നിരന്തരം ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധന നിരന്തരം. അതുകൊണ്ട് ആമേൻ, ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവ് ദൈവത്തെ ആരാധിക്കുന്ന അളവിൽ 24/7 let us be the worshippers of Lord, let us be the worshippers of Christ.
ബ്രേക്ക്ഫാസ്റ്റ്, ആമേൻ, നൈറ്റ് വർഷിപ്പ് ആൻഡ് ഡേ വർഷിപ്പ് എല്ലായ്പ്പോഴും എൻ്റെ അധരങ്ങൾ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ വല്ലപ്പോഴും സ്തുതിക്കുമെന്നല്ല, അവർ ദൈവത്തെ സമയം വെച്ച് സ്തുതിക്കുമെന്നല്ല, അവർ ദൈവത്തെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. എൻ്റെ അധരങ്ങൾ അവൻ്റെ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കും. ഞാൻ ഇടപെടാതെ ആരാധിക്കും. രാപ്പകൽ ഞാൻ അവർ ആരാധിച്ചു. എന്നാൽ രാപ്പകൽ എന്ന് മാത്രമല്ല അവർ ശ്രദ്ധയോടെ ആരാധിച്ചു. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ആരാധന പറ്റുന്നെങ്കിൽ ആരാധിക്കരുത്. ആരാധിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ഞാൻ ആരാധിക്കാം. ശ്രദ്ധയോടെ ആരാധിക്കാം. അതിനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം: വില കൊടുത്ത് ആരാധിക്കണം. ഫറവോൻ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മിസ്രൈമിൽ തന്നെ ആരാധിക്കാമല്ലോ, ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. മോശ പറഞ്ഞു, ഒരു നാളും അത് സാധ്യമല്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ അടുക്കൽ പറഞ്ഞിരിക്കുന്നത് 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി ആരാധിക്കണമെന്നാണ്. വേർപെടേണ്ടതിനെ വേർപെട്ടിട്ട്, വിടേണ്ടതിനെ വിട്ടിട്ട്, ചെങ്കടൽ കടന്നിട്ട്, സ്നാനമേറ്റിട്ട്, വേർപാട് അനുഷ്ഠിച്ചിട്ട്, ദൈവത്തിനു വേണ്ടി നിന്നിട്ട്, വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ട്, മരുഭൂമിയുടെ വിശ്വാസ ജീവിതത്തിനകത്ത് നിന്ന് ആരാധിക്കണമെന്നാ ഞങ്ങളോട് പറഞ്ഞത്. മിസ്രൈമിലെ ചുറ്റുള്ളിയും ചുവന്നുള്ളിയും തിന്നോണ്ട് ആരാധിക്കാനല്ല പറഞ്ഞത്. മരുഭൂമിയിൽ ആകാശത്ത് നിന്ന് പൊഴിയുന്ന മന്നയെ നോക്കി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തെ കണ്ടുകൊണ്ട് ആരാധിക്കാനാ പറഞ്ഞത്. ഞങ്ങളുടെ അടുക്കൽ പറഞ്ഞത് ഫറവോന്റെ കൊട്ടാരത്തിലെ നന്മ കണ്ട് ആരാധിക്കാനല്ല, സ്വർഗ ഭണ്ഡാരം കണ്ട് ആരാധിക്കാനാ പറഞ്ഞത്. വർഷിപ്പ് ഇൻ ഫെയ്ത്ത്. ഞങ്ങളുടെ അടുക്കൽ പറഞ്ഞത് ചുറ്റുവട്ടത്ത് നിന്ന് ആരാധിക്കാനല്ല, ചെങ്കടൽ കടന്ന് സ്നാനമേറ്റ് ആരാധിക്കാനാ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ അടുക്കൽ പറഞ്ഞത് നീ നിൽക്കുന്നിടത്ത് നിന്ന് ആരാധിക്കാനല്ല, 3 ദിവസത്തെ വഴിദൂരം അപ്പുറം ചെന്ന് ഞങ്ങൾ വേർപെട്ട് ആരാധിക്കാനാ ഞങ്ങളോട് പറഞ്ഞത്. ആമേൻ. ഞങ്ങൾ മേഘത്തിൻ കീഴിൽ സഞ്ചരിച്ച് മോശയോട് ചേർന്ന് നിന്ന് ആരാധിക്കാനാ പറഞ്ഞത്. ഞങ്ങൾ ഫറവോന്റെ അടിമകളായി നിന്ന് ആരാധിക്കാനല്ല പറഞ്ഞത്. ഞങ്ങൾ മോശയുടെ നടത്തിപ്പിന്റെ കീഴിൽ നിന്നുകൊണ്ട് ദൈവിക അഭിഷക്തന്മാരെ, ഞങ്ങളുടെ മേലാക്കി വെച്ചിരിക്കുന്ന ന്യായപാലകന്മാരെ, ഞങ്ങളുടെ മേലാക്കി വെച്ചിരിക്കുന്ന ദൈവിക അഭിഷക്ത നിയോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് നിന്ന് ആരാധിക്കാനാ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫറവോനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കത്തില്ല, ഞങ്ങൾ മരുഭൂമിയിൽ പോയി ആരാധിക്കും. മാത്രമല്ല, മിസ്രൈമിൽ 25 ലക്ഷത്തിലധികമായിട്ട് ഇസ്രായേല്യർ കിടപ്പുണ്ട്. ഇവരെല്ലാവരും ഇവിടെ മിസ്രൈമിൽ നിന്ന് ആരാധിക്കാൻ അവർക്ക് എവിടെ സ്ഥലമുണ്ട്? അവർക്ക് അവിടെ ഒന്ന് കൂടിയിരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവരവിടെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവരവരുടെ വീടുകളിൽ ഇരുന്ന് ആരാധിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞു, നീ വീട്ടിനകത്തിരുന്ന് ആരാധിച്ചാൽ പോരാ, പകരം നീ എന്ത് ചെയ്യണം? നീ ഒരു കോൺഗ്രിഗേഷണൽ വർഷിപ്പ്, നീ ഒരിടത്ത് കൂടിയിരുന്ന് ആരാധിക്കണം. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയുകയാണ്, എവിടെയെങ്കിലും ഇരുന്ന് ആരാധിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിലപ്പുറം ദൈവജനം ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കാഹളനാദം കേൾക്കുമ്പോൾ ജനമെല്ലാം എൻ്റെ അടുക്കൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കൂടി വരട്ടെ, അവിടെ ഞാൻ ഇറങ്ങി വരാം. യേശു അപ്പോൾ ചോദിക്കും, അത് പഴയ നിയമത്തിലല്ലേ എന്ന്? ഇല്ല സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ 11 ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നിടത്താണ്, 10 ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നിടത്താണ് യേശു കടന്നു വന്നത്. ആമേ. തോമസിനെ അന്വേഷിച്ച് യേശു പോയില്ല കേട്ടോ. 8-ാം നാൾ തോമസ് അവരുടെ അടുക്കൽ വന്നപ്പോൾ വീണ്ടും യേശു, ആമേൻ, ഹി വാസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ കോൺഗ്രിഗേഷൻ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വാല്യൂ ദ കോൺഗ്രിഗേഷണൽ വർഷിപ്പ്, വാല്യൂ ദ ചർച്ച് വർഷിപ്പ്. ദൈവസഭയുടെ കൂട്ടായ്മയ്ക്കകത്തുള്ള ആരാധനയെ ശ്രദ്ധയോടെ ആരാധിക്കുക, വില കൊടുത്ത് ആരാധിക്കുക. എഴുന്നേൽക്കാൻ താമസിച്ചു പോയി, അതുകൊണ്ട് ഇന്ന് സൂമിൽ കയറിയേക്കാമെന്ന് ചിന്തിക്കുകയല്ല. നീ ശ്രദ്ധയോടെ വില കൊടുത്ത് ആരാധിക്കുക. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു മൂഡ് തോന്നിയില്ല, അതുകൊണ്ട് സൂം ഓൺ ചെയ്ത് വെച്ചേക്കാം. ആമേൻ. കുളിക്കണ്ട, നനയ്ക്കണ്ട, ഉടുപ്പ് മാറണ്ട, വീട്ടിലിരുന്ന് പല്ല് തേക്കാതെ ആരാധിക്കാമെന്നല്ല. ഞാൻ ശ്രദ്ധയോടെ വില കൊടുത്ത് ദൈവത്തിനു വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ച് ആരാധിക്കാം. ഞാൻ ക്ഷീണത്തെ മറന്ന് ആരാധിക്കാം. എൻ്റെ വണ്ടി ഓടിച്ചു ചെന്ന് ബസ്സിൽ കയറി എൻ്റെ വെയിൽ കൊണ്ട്, ആമേൻ, എൻ്റെ ശരീരം ഒന്ന് വിയർപ്പ് കഷ്ടപ്പെട്ട്
ഇഷ്ടപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. കണ്ടോ, വേണമെങ്കിൽ ഇരുന്ന് ദൈവ സാന്നിധ്യത്തെ തനിക്ക് തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാം. പക്ഷെ പറയുകയാണ്, എപ്പോൾ ദൈവസാന്നിധ്യം എൻ്റെ അടുക്കലേക്ക് വരുമെന്ന് അല്ല, എപ്പോൾ എനിക്ക് ദൈവസന്നിധിയിലേക്ക് കയറി പോകാൻ കഴിയുക. ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യം പ്രാപിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ അതിലുപരിയായി എൻ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഗോ ടു ദ ഓൾട്ടർ ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യത്തിലേക്ക് ചെന്ന് ആരാധിക്കുക. വാല്യൂ ദ കോൺഗ്രിഗേഷണൽ വർഷിപ്പ്. അപ്പൊ രാപ്പകൽ ആരാധിക്കണം. 2, ശ്രദ്ധയോടെ ആരാധിക്കണം, അല്ലെങ്കിൽ വില കൊടുത്ത് ആരാധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കകത്ത് ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയ്ക്കകത്ത് ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, കണ്ടിന്യൂ ഇൻ പ്രയർ, വാച്ച് ഓവർ ഇറ്റ് ഇൻ താങ്ക്സ് ഗിവിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിരിക്കണം. പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തുവിടുന്ന പ്രാർത്ഥനയെ നമ്മൾ വാച്ച് ഓവർ ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് വാച്ച് ഓവർ ചെയ്യാൻ കഴിയുന്നത്? ബൈ താങ്ക്സ് ഗീവിങ്. സ്തോത്രം. ഒരാൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ അയച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ ഒരിടത്തേക്ക് അയച്ചെന്നിരിക്കട്ടെ. നിങ്ങൾ ആ ഡോക്യുമെൻ്റ് അയച്ചിട്ട് നിങ്ങൾ ഇനി അത് കിട്ടുമ്പം കിട്ടട്ടെ എന്ന് പറഞ്ഞിരിക്കുമോ? ഇല്ല. നിങ്ങളത് കൊടുക്കുന്ന ഉടനെ നിങ്ങൾക്കൊരു ട്രാക്കിംഗ് നമ്പർ കിട്ടും. നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുമെന്നറിയാമോ? ഡെയിലി അല്ല, ചിലപ്പോൾ നമ്മൾ അവർലി തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ട്രാക്കിംഗ് നമ്പർ എടുത്ത് നമ്മൾ അതിനകത്ത് ഇങ്ങനെ വാച്ച് ഓവർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. സ്തോത്രം. അതാണ് താങ്ക്സ് ഗീവിങ്. വാച്ച് ഓവർ ദ പ്രയർ ബൈ താങ്ക്സ് ഗീവിങ് എന്ന് പറയുന്നത്. അതവിടെ കിട്ടുന്നിടം വരെയോ, അതവിടെ കിട്ടി അക്നോളജ് ചെയ്യപ്പെടുന്നിടം വരെയോ, അതിൻ്റെ റിപ്ലൈ കിട്ടുന്നിടം വരെയോ വാച്ച് ഓവർ ഇൻ താങ്ക്സ് ഗിവിങ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ പ്രാർത്ഥനയെ നീ പ്രാർത്ഥിച്ചു വിടരുത്. പകരം പ്രാർത്ഥിച്ച വിഷയത്തിൽ വാച്ച് ഓവർ ഇൻ താങ്ക്സ് ഗിവിങ്, ഇൻ താങ്ക്സ് ഗിവിങ് മൈൻഡ്, ഇൻ താങ്ക്സ് ഗിവിങ് പ്രൈസസ്, ഇൻ താങ്ക്സ് ഗിവിങ് വർഷിപ്പ്. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥന അവൻ എൻവലപ്പിലിട്ട് രജിസ്റ്റർ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, അതിൻ്റെ പുറകിൽ അവൻ ട്രാക്കിംഗ് നമ്പറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ വാച്ച് ഓവർ ഇറ്റ് ഇൻ താങ്ക്സ് ഗിവിങ്, വാച്ച് ഓവർ ഇറ്റ് ഇൻ താങ്ക്സ് ഗിവിങ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ആരാധിക്കുന്നവൻ കൂടെ ആണെങ്കിൽ എൻ്റെ പ്രാർത്ഥന എവിടെ വരെയായെന്ന് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കാം. എന്ന് പ്രാർത്ഥനയുടെ മറുപടി നടക്കും. 25-ാം വർഷം തീരുന്നതിന് മുമ്പേ എന്തൊക്കെ ഇനി നടക്കാനുണ്ട്, 26-ൽ എന്തൊക്കെ നടക്കാനുണ്ട്, യു വിൽ ഹാവ് എ ലൈവ് അപ്ഡേറ്റ്. ഇഫ് യു ആർ എ വർഷിപ്പർ, യു വിൽ ഹാവ് എ ലൈവ് അപ്ഡേറ്റ് ഇഫ് യു ഹാവ് എ താങ്ക്സ് ഗിവിങ് മൈൻഡ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവൻ അത് സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം. ഞാൻ പഴയ നിയമത്തിൽ ഒരു വാക്യത്തെ നിങ്ങൾക്ക് കാണിക്കാം. നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. ശരിയാണ്. യേശു കർത്താവ് ഗത്സമനയിൽ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു. ഭയഭക്തി മുഖാന്തരം ഉത്തരം ലഭിച്ചു. പക്ഷേ അത് മാത്രമല്ല പ്രാർത്ഥനയുടെ അനുഭവം. യേശു കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഗത്സമനയിലെ. മറ്റൊരു ഭാഗത്ത് യേശു കർത്താവ് നെടുവീർപ്പിട്ട് പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ കഴിയും. മറ്റൊരു ഭാഗത്ത് യേശു കർത്താവ് ഏകാന്തതയിൽ മണിക്കൂറുകളോളം പിതാവിനോട് സംസാരിക്കുന്നതിനെ കാണുവാൻ കഴിയും. ഞാൻ യെരമ്യാ പ്രവചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. അതിനകത്തൊരു വാക്യത്തെ നിങ്ങളെ കാണിക്കാം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജെറമ്യ ചാപ്റ്റർ 31 and verse 7, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ, ജാതികളുടെ തലവനെ കുറിച്ച് സന്തോഷിച്ചാർപ്പിടുവിൻ. അടുത്തത്, ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട്, ശ്രദ്ധിക്കണേ, ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് യഹോവേ, ഇസ്രായേലിൻ്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറയുവീൻ. ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുവീൻ. അപ്പോൾ പ്രാർത്ഥന, എവറി പ്രയർ ഷുഡ് ബി അക്കമ്പനീഡ് വിത്ത് പ്രൈസസ്. എവറി പ്രയർ ഷുഡ് ബി അക്കമ്പനീഡ് വിത്ത് പ്രൈസസ്. കണ്ണുനീരിൽ പൊതിഞ്ഞല്ല നമ്മൾ പ്രാർത്ഥന സ്വർഗത്തിലെത്തിക്കേണ്ടത്. സ്തുതിയിൽ പൊതിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾ സ്തോത്രത്തിലെത്തിക്കണം, സ്വർഗത്തിലെത്തിക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് ദൂതൻ്റെ സ്വർണ്ണ കലശത്തിനകത്ത് വളരെ ധൂപവർഗം കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുകയോടുകൂടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കയറി. ദ പ്രയർ വാസ് ലിഫ്റ്റഡ് വിത്ത് ദ സ്മോക്ക് ഓഫ് ദ ഇൻസെൻസ് ഫ്രം ദ ഓൾട്ടർ.
ധൂപപീഠത്തിലെ പുക മുകളിലേക്ക് കയറിയപ്പോൾ പ്രാർത്ഥനയും കൂടെ കയറി. ആമേൻ. Prayer, praise, worship lift the prayer. Worship carries the prayer. ആരാധന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എന്തോ എന്നറിയാമോ? പൊക്കിക്കൊണ്ടുപോകും ഏത് ദുരന്തകാര ശക്തികൾ. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയെ പിശാചിന് തടയാൻ കഴിയും. പ്രാർത്ഥനയെ പിശാചിന് തടയാൻ കഴിയും. പ്രാർത്ഥന തടയപ്പെടുന്ന അനേക ഭാഗങ്ങളുണ്ട്. മറ്റൊരിക്കൽ ഞാൻ നിങ്ങളുമായി വിശദീകരിക്കാം. പ്രാർത്ഥന തടയപ്പെടുന്ന പല സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം, പ്രാർത്ഥനയെ പിശാചിന് തടയാം, പക്ഷെ സ്തുതിയെ പിശാചിന് തടയാൻ പറ്റുമോ? ദൈവത്തിന് നീ അർപ്പിക്കുന്ന സ്തുതിയെ അവന് തൊടാൻ പറ്റും. സോ pack the prayer in praises and thanksgiving. Lift the prayer in praises. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് യഹോവേ ഇസ്രായേലിന്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറയുകയും. അപ്പൊ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട്. ഇന്ന് പകൽ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഞാൻ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വായി തുറന്ന് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ഞാൻ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് 5 തലങ്ങളാണ്. അത് ബിഗിൻ ചെയ്യുന്നത് അഡോറേഷനിൽ കൂടെയാണ്. ദൈവത്തെ സ്തുതിച്ച് ഉയർത്തി മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. അഡോർ വിത്ത് ബിഗിൻ വിത്ത് ദ അഡോറേഷൻ ആൻഡ് എൻഡ് വിത്ത് ദ താങ്ക്സ് ഗിവിങ്. അങ്ങനെ 5 ഭാഗങ്ങളാണ് പ്രാർത്ഥനയ്ക്കകത്തുള്ളത്. അതിനകത്തുള്ള ഒരു പാർട്ട് മാത്രമാണ് സപ്ലിക്കേഷൻ, ആവശ്യങ്ങൾ അറിയിക്കുക എന്നുള്ളത്. ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ആരാധനയാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഒന്ന്, അവന് ആരാധനയാൽ ആരാധിക്കുന്നവന് വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയും. Worship enables us to attain the promises, to see the fulfillment of promises. വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം കാണുന്നത് ആരാധനയിൽ കൂടെയാണ്. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ആ രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുന്നവൻ വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുന്നവൻ വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കും. ഇന്ന് പകൽ നിന്റെ വാഗ്ദത്തം എത്ര വിദൂരതയിലാണെങ്കിലും നീ ആരാധിച്ചു തുടങ്ങ്, നീ സ്തുതിച്ചു തുടങ്ങ്, നീ രാവും പകലും ആരാധിക്ക്. നിന്റെ വാഗ്ദത്തം ഫുൾഫില്ലാകാം. നീ ജർമ്മനിയുടെ മണ്ണിലെത്തിയത്, നീ യൂറോപ്പിൻ്റെ ദേശത്തിലെത്തിയത് ഒരു വാഗ്ദത്തമാണ് നിന്നെ അവിടെ കൊണ്ടുവന്നത്. പക്ഷേ ആ ദേശത്തെത്തിയിട്ട് നീ ഇണ്ണ വരച്ച് നീ ട്രാഫിക് ഐലൻഡിൽ കിടന്ന് കറങ്ങുന്നത് പോലെ കറങ്ങി നിന്ന് ശത്രു ദേശാന്തകാര ശക്തികൾ നീ വാഗ്ദത്തത്തെ തൊടത്തില്ലെന്ന്, നീ വന്നതുപോലെ കാലി ടിക്കറ്റ് ഇറങ്ങിപ്പോകുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ നീ തിരികെ പറഞ്ഞാട്ടെ, ഞാൻ ആരാധിച്ചെൻ്റെ വാഗ്ദത്തത്തെ പിടിച്ചെടുക്കാം, ഞാൻ ആരാധിച്ചെൻ്റെ വാഗ്ദത്തത്തെ പിടിച്ചെടുക്കാം. ഇന്ന് രാത്രികാലം ഞാൻ ആരോടോ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ഉറപ്പിനകത്ത് പറയുകയാണ്, നീ കരഞ്ഞിരുന്നാൽ നീ ജർമ്മനിയിലിരുന്നും കരയും, തിരിച്ചു വന്ന് വീട്ടിലിരുന്നും കരയും. ഇല്ല, നീ കരച്ചിൽ നിർത്ത്. പകരം നീ ആരാധിച്ചു തുടങ്ങ്, നീ സ്തുതിച്ചു തുടങ്ങ്. സ്തുതി വാഗ്ദത്തങ്ങളെ നീയുമായി കണക്ട് ആക്കും. ആമേൻ. Begin the praises, begin the worship. Let the promises be connected with you. Let you see the fulfillment of promises. രാധേനിയം ബരക്കട്ടാനിയ. ഒരു മിനിറ്റ് കരങ്ങളെ അടിച്ച്, ഇരിക്കുന്ന ഇടത്തിൽ കരങ്ങളെ അടിച്ച് യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു, ഞാൻ യേശുവിനെ ആരാധിക്കുന്നു. I worship you Lord, I worship you Lord, I worship you Lord. ഓരാബല ഹസിതാര ജംഗല കട്ടാരിയ. അന്യഭാഷകളിൽ ഒരു മിനിറ്റ് ആരാധിച്ചാട്ടെ. ലാബാരക്കട്ടാനമാര സന്ദരാദിയ. വാഗ്ദത്തത്തിൽ നീ എത്താതെ വേണം തടഞ്ഞു നിൽക്കുന്ന പോരുകൾ ഇന്ന് പകലേ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. റംബലക്ക ദാനികത്തി വാജവക്ക ബൗഡിമാര നീലമംഗ റംബരേഷി റബക്കലക്ക ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധന, എൻ്റെ ദൈവത്തിന് ആരാധന, എൻ്റെ ദൈവത്തിന് ആരാധന, എൻ്റെ ദൈവത്തിന് ആരാധന, 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 ആരാധന. വാഗ്ദത്തങ്ങളിലേക്ക് കണക്ട് ആകുന്ന ഒരു ആരാധന ഉയരട്ടെ. വാഗ്ദത്തങ്ങളെ പിടിക്കുന്ന ഒരു ആരാധന ഉയരട്ടെ. വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കുന്ന ഒരു ആരാധന ഉയരട്ടെ. സുരമന ദരിഗതി രംബര വൗഷക രഗതിക അതനമ രഗതിനി വദഗതി രമരഗ സനഹത രഗതിനി ഉദരമ നഗദഗ സഗദന ഗൈഡഗ രഗജഗ നഹദരി ദുരാ ജനദ രഗദേ ലഹസ അതനമ രഗഡഗ തിനമ ഹട്ടനമ ഹസതരാദിയ.
Shibala Bahaturia Manahatana Mahasandaradia Rimala Hadana Hadana Hadanadia Arkana Marasana Vartania Legacy of Pravarthenia Leba Pravarthenia. Express the thanksgiving mind, express the thanksgiving spirit in the Rabakataria by worship ദൈവത്തോടുള്ള നന്ദി ഒന്ന് എക്സ്പ്രസ് ചെയ്താട്ട്, ദൈവത്തോടുള്ള നന്ദി ഒന്ന് ആരാധനയായി എക്സ്പ്രസ് ചെയ്താട്ട് ലാർത്തി 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 നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ആരാധന 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 യേശുവിന്, ആരാധന യേശുവിന്, ആരാധന യേശുവിന്. സ്തുതി എന്റെ രാജാവിന്, സ്തുതി എന്റെ രാജാവിന്, സ്തുതി എന്റെ രാജാവിന്, സ്തുതി എന്റെ രാജാവിന്. സ്തോത്രം 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 സ്തോത്രം. ജീസസ് രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ച് വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കണം. രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ച് വാഗ്ദത്തത്തെ എത്തിപ്പിടിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേളിൽ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അവരെ നന്നായി ആരാധിപ്പിക്കണം. വാഗ്ദത്തം ഇല്ലെങ്കിൽ പോട്ടെ, അവൻ ആരാധിച്ചില്ലേലും, അവൻ തലേ കൈ കൊടുത്തിരുന്നാലും, അവൻ ആരാധനയുടെ സമയത്ത് നഖം വെട്ടിക്കൊണ്ടിരുന്നാലും, അവൻ ആരാധനയുടെ സമയത്ത് കുഞ്ഞു കളിച്ചുകൊണ്ടിരുന്നാലും അവൻ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ നിന്റെ തലമുറയുടെ മേളിലൊരു വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ അവനെ കൊണ്ട് നന്നായി ആരാധിപ്പിക്കണം, അവനെ കൊണ്ട് നന്നായി വർഷിപ്പ് ചെയ്യിക്കണം. അവൻ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുമോ അവനെ അതിന് പ്രൊമോട്ട് ചെയ്യും. അവനെ എങ്ങനെ ആരാധനയിൽ പ്രൊമോട്ട് ചെയ്യാമോ അങ്ങനെ ആരാധനയിൽ പ്രൊമോട്ട് ചെയ്യും. അമേൻ. ആരാധന വാഗ്ദത്തങ്ങളുടെ ഫുൾഫിൽമെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സമയം വേഗത്തിൽ പോകുന്നു, ഞാൻ ഒരല്പം വേഗതയിൽ മുമ്പോട്ട് പോകട്ടെ. ഒന്ന്, വാഗ്ദത്തങ്ങളിൽ കൂടെ നമുക്ക് ആരാധനയിൽ കൂടെ നമുക്ക് വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കാം. രണ്ടാമത്തേത് സുപരിചിതമായൊരു ഭാഗമാണ്, ഞാൻ അതിലേക്ക് തൊട്ടുപോവുകയാണ്. ഒരു വചന ശുശ്രൂഷയാവുമ്പോൾ എല്ലാ പാർട്ടും ഓപ്പൺ ആക്കേണ്ടത് തൊടേണ്ടത് കൊണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 25, 26 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25, 26. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രാർത്ഥിച്ചു, സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അപ്പം ആരാധന ചങ്ങലകളെ അഴിക്കുകയും വാതിലുകളെ തുറക്കുകയും ചെയ്യും. ആരാധന ചങ്ങലകളെ അഴിക്കുകയും വാതിലുകളെ തുറക്കുകയും ചെയ്യും. ചങ്ങല എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ഫ്രീഡത്തെ നശിപ്പിക്കുന്നതാണ്. വാതിലുകൾ തുറക്കുക എന്ന് പറയുന്നത് ആക്സസ്സുകൾ, ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുക എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചങ്ങലയുമുണ്ട്, വാതിലുകളുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മനുഷ്യൻ എത്ര പഠിച്ചിട്ടും അവന് ഒരു എക്സാം പാസ്സാകാൻ കഴിയുന്നില്ല. എത്ര ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടും അവന് അതിനെ പാസ്സാകാൻ കഴിയുന്നില്ല. അതിൻ്റെ കാര്യം എന്താ? ചങ്ങലയാണ്. പക്ഷേ ഒരുത്തൻ എല്ലാത്തിലും പഠിച്ചു, നല്ല മാർക്കും കിട്ടി, അവന് എല്ലാറ്റിനകത്തും അവന് കഴിവുണ്ട്, പക്ഷേ അവനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ചെന്ന് കയറിയാലോ ഏതെങ്കിലും ഗതി കിട്ടാത്തിടത്തായിരിക്കും ചെന്ന് കയറുന്നത്. അതിൻ്റെ കാര്യം എന്താ? വാതിലടഞ്ഞു കിടക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ ഡിസേൺ ചെയ്യണം. വെദർ ഇറ്റ് ഈസ് പേഴ്സണൽ ബോണ്ടേജ് ഓർ വെദർ ഇറ്റ് ഈസ് ക്ലോഷേഴ്സ് ഓഫ് ദ ഡോർസ്. വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണോ, ചങ്ങലകൾ ഇതാണോ? വെറുതെ ചങ്ങല എഴുതിട്ടെ, ബന്ധനം പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ബന്ധനമാണോ അഴിയേണ്ടത്? എൻ്റെ മുമ്പാകെ വാതിലുകളാണോ തുറക്കേണ്ടത്? if you sense you are a failure in person, നിന്റെ ജീവിതത്തിൽ നീ ഒരു പരാജയമാണെന്ന് തോന്നുന്നെങ്കിൽ there is a personal bondage. ചങ്ങലകൾ കിടക്കുകയാണ്. എല്ലാ വാതിലും തുറന്നു കിടന്നാലും ചങ്ങല ഇട്ടേക്കുന്നവന് മുമ്പോട്ട് പോകാൻ കഴിയുമോ? അവൻ്റെ അമ്മാച്ചൻ ഗൾഫില, അവൻ്റെ ഉപ്പാപ്പൻ അമേരിക്കയില, അവൻ്റെ ചേട്ടൻ യൂറോപ്പില, എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ഇവൻ കെട്ടപ്പെട്ടാൽ എന്തോ ചെയ്യും? അവിടെ തന്നെ കിടക്കും. അവൻ്റെ അപ്പന്മാർ പാസ്റ്റർമാരാ, അവൻ്റെ അമ്മാച്ചന്മാർ പാസ്റ്റർമാരാ, എല്ലാവരും ആത്മീയരാ. പക്ഷെ ഇവന് മാത്രം സഭയിൽ പോകാൻ പറ്റുന്നില്ല. കാരണം ഹീ ഈസ് ബൈൻഡഡ്. അവനാണ് ബന്ധന. പക്ഷെ വേറെ ഒരു കൂട്ടരുണ്ട്, ഒത്തിരി ആഗ്രഹമാണ്, എല്ലാത്തിനും പാസ് മാർക്ക്, എല്ലാത്തിനും പാസ്സായി, എല്ലാറ്റിനും ഇതുണ്ട്. പക്ഷെ അവൻ എവിടെ ചെന്നാലും രക്ഷപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ആരാധന ചങ്ങലയെയും പൊട്ടിക്കും, വാതിലുകളെയും തുറക്കും. ആരാധിക്കുന്നതിൽ ചങ്ങലയും അഴിഞ്ഞു, വാതിലുകളും തുറന്നു. അപ്പോൾ
പേഴ്സണൽ ബോണ്ടേജസും ആക്സസിബിലിറ്റീസും ഇത് രണ്ടും ആരാധനയ്ക്കകത്ത് ഓപ്പൺ ആകും. തടവറകളെ തുറക്കുവാൻ കഴിയും. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ, സ്തോത്രം, അതിൻ്റെ 29 വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായം 29 വാക്യം, അതാണ് ഞാൻ ഇന്നത്തെ ദൂതിനകത്ത് ആരാധനയിൽ അതാണ് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16:29. ആമേൻ. കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. കണ്ടോ, ഞാൻ ഇതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? പൗലോസും ശീലാസും കിടന്ന് മുറിക്കകത്തെ ലൈറ്റ് ഈ കാരാഗ്രഹ പ്രമാണി ഓഫ് ചെയ്തിട്ട് വെളിയിൽ പോയി പുള്ളിയുടെ ഓഫീസിനകത്ത് ലൈറ്റ് ഇട്ടിരുന്ന ആളാണ്. ആമേൻ. ചില മണിക്കൂറുകൾക്ക് മുമ്പ് എവിടെയായിരുന്നു ലൈറ്റ്? ജയിലറുടെ ഓഫീസിനകത്തായിരുന്നു. ഇരുട്ട് എവിടെയായിരുന്നു? പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുറിക്കകത്തായിരുന്നു. ഇനി അടുത്തത് 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് ഓഫീസർ ആരായിരുന്നു? ജയിലറായിരുന്നു. പൗലോസും ശീലാസും വലിച്ചഴക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആരാധന എന്ത് ചെയ്തെന്നറിയാമോ? ആരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് ജയിലർ തടവ് പുള്ളികളുടെ മുമ്പാകെ കുമ്പിട്ട് കിടക്കുക. ആമേ. ആരാധന കഴിഞ്ഞപ്പോഴത്തേക്ക് ജയിലറുടെ മുറിയിലെ ലൈറ്റ് ഓഫായി. പൗലോസും ശീലാസും ഇരുന്ന മുറിക്കകത്ത് ലൈറ്റ് വന്നു. ഞാൻ പറയട്ടെ, വർഷിപ്പ് മേക്ക് സം റിവേഴ്സൽസ് ഇൻ യുവർ അറ്റ്മോസ്ഫിയർ. ചില റിവേഴ്സലുകൾ സംഭവിക്കും. ഉയർന്നു നിൽക്കുന്നത് ചിലത് താണു വരും, താണു നിൽക്കുന്നത് ചിലത് ഉയർന്നു വരും. അവിടെ നിൽക്കുന്നതായ വെളിച്ചം ഇവിടെ വരും, അവിടെ നിൽക്കുന്നതായ പ്രോസ്പെറിറ്റി ഇവിടെ വരും, അവിടെ നിൽക്കുന്നതായ വെൽബീയിങ് ഇവിടെ വരും. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസത്തോടെ നീ ആരാധിച്ചു തുടങ്ങ. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന കൃപയ്ക്കകത്ത് ചില റിവേഴ്സലുകളെ ഞാൻ കമാൻഡ് ചെയ്യുകയാണ്. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയിട്ട് ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ ചിലത് റിവേഴ്സൽ സംഭവിക്കാം. നിന്റെ ലൈഫിൽ കിടക്കുന്ന പോവർട്ടിയും അവന്റെ ലൈഫിൽ കിടക്കുന്ന പ്രോസ്പെറിറ്റിയും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ റിവേഴ്സ് ചെയ്യപ്പെടട്ടെ. The darkness and the light, I command to be reversed in Jesus' name. ഒരു റിവേഴ്സൽ സംഭവിക്കട്ടെ. പ്രാധാനിയ മഹസറ്റാനിയ ലഖോറിയ മഹത്തരാദിയാദര രാമപ്രവർത്താനി ജയിലർ ഇപ്പോൾ പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീഴുക. ഇപ്പൊ അതോറിറ്റി ആരുടെ മേളിലായി? പൗലോസിന്റെ ശീലാസിന്റെ മുകളിൽ. ഇന്ന് ആരാധിക്കുന്നവന്റെ ലൈഫിനകത്ത് ഒരു അറ്റ്മോസ്ഫറിക് റിവേഴ്സൽ, ഒരു എൻവിറോൺമെന്റൽ റിവേഴ്സൽ സംഭവിക്കാം. നീ ആരാധിച്ച് കയറി വാ ദൈവ പൈതലേ. പരിശുദ്ധാത്മാവ് ചിലതിനെ റിവേഴ്സ് ചെയ്യും. ദൈവം എന്തോത്തിനെയൊക്കെ റിവേഴ്സ് ചെയ്യും. ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. സ്തോത്ര. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ചോദിച്ചോ, അമേ നീ പറ, അമേ ആഹാസിന്റെ കടികാരത്തിലെ നിഴല് 10 അടി ഫോർവേഡ് ചെയ്യണോ 10 അടി റിവേഴ്സ് ചെയ്യണോ? ഹിസ്കിയാവ് പറഞ്ഞു 10 അടി റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു. അമേ ആഹാസിന്റെ കടികാരത്തിലെ നിഴല് 10 അടി റിവേഴ്സ് ചെയ്യുക. ടൈമിനെ റിവേഴ്സ് ചെയ്യുകയാണ്, സീസണുകളെ റിവേഴ്സ് ചെയ്യുകയാണ്. ഇന്ന് പകൽ നിന്റെ ലൈഫ് പോയെന്ന് പറഞ്ഞ്, നിന്റെ സീസൺ കഴിഞ്ഞെന്ന് പറഞ്ഞ് ശത്രു ചിരിക്കുന്ന ഇടത്ത് ഇന്ന് പകൽ ടൈമിനെ റിവേഴ്സ് ചെയ്യുക. നിന്റെ സീസണുകളെ റിവേഴ്സ് ചെയ്യുക. ഓ, നിന്റെ പ്രായം കടന്നുപോയെന്ന്, നീ വയസ്സിയായെന്ന്, നീ കിളവിയായെന്ന്, നിന്റെ ആരോഗ്യം തീർന്നെന്ന്, നിന്റെ ലൈഫ് സ്പോയിലായെന്ന്, ഇനി എന്തോ ചെയ്യാനാണെന്ന് നിന്റെ അകത്ത് പിശാച് പറയുമ്പോൾ, tonight the Lord is commanding a reversal in your clock. നിന്റെ ക്ലോക്കിനകത്ത്, നിന്റെ കലണ്ടറിനകത്ത്, നിന്റെ ബയോളജിക്കൽ കലണ്ടറിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു റിവേഴ്സൽ നടത്തുക. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലോക്ക് പുറമോട്ട് തിരിക്കാനാണ് നമുക്ക് തിരിച്ചാൽ മതി. ആമേൻ. പക്ഷേ ആഹാസിന്റെ കടികാരത്തിൽ നിഴല് തിരിക്കണമെങ്കിൽ ബാറ്ററി ഊരിയിട്ടാൽ നടക്കത്തില്ല, കീ കൊടുത്താൽ നടക്കത്തില്ല. പകരം ആകാശത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന സൂര്യൻ പുറകോട്ട് ചലിക്കണം. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ലൈഫിനെ റിവേഴ്സ് ചെയ്യാൻ ദൈവം ഒരു ടെറിട്ടോറിയൽ ആക്ട് അല്ല ചെയ്യുന്നത്, ദൈവം ഒരു യൂണിവേഴ്സൽ ആക്ട് ചെയ്യും. ദൈവം പ്രപഞ്ചത്തിന്റെ മുകൾ തട്ടിൽ കയറി നിന്ന് നിനക്ക് വേണ്ടി ഒരു റിവേഴ്സൽ നടത്താൻ
നടത്താൻ തുടങ്ങിയാൽ ദൈവ സൂര്യനെ ഇങ്ങനെ റിവേഴ്സ് അടിക്കുക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ദ ഹോൾ യൂണിവേഴ്സ് വിൽ ബി റിവേഴ്സ്ഡ്? ഹിസ്കിയാവിന് വേണ്ടി ദൈവ ഹോൾ യൂണിവേഴ്സിനെ റിവേഴ്സ് ചെയ്തു. ഇന്ന് പകൽ വിശ്വസിച്ചാട്ട് ദ അറ്റ്മോസ്ഫിയർ, ദ എൻവിറോൺമെന്റ്, ദ സിറ്റുവേഷൻ, ദ കണ്ടീഷൻ, ദ സീസൺ, ഇറ്റ്സ് ഗോയിങ് ടു ബി റിവേഴ്സ്ഡ് ഇൻ ദ പവർ, ഇൻ ദ അതോറിറ്റി ഓഫ് ഹോളി ഗോസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നീ വയസ്സായി പോയി, കിളവനായി പോയി, കിളവിയായി പോയി, ഇനി എന്തോത്തിന് കിടന്നിങ്ങനെ നീ പരിശ്രമിക്കുക, നിന്റെ കാലം കഴിഞ്ഞെന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ നടുവ് ഇന്ന് രാത്രികാലം നിന്റെ പ്രഗ്നൻസിയുടെ ടൈം കഴിഞ്ഞു പോയെന്ന്, നിന്റെ പ്രോസ്പെറിറ്റിയുടെ ടൈം കഴിഞ്ഞു പോയെന്ന്, യുവർ സീസൺ ഇസ് ഓവർ എന്ന് വാദിക്കുന്ന ദുർശക്തികളുടെ നടുവ് ഐ കമാൻഡ് റിവേഴ്സൽ ഇൻ ജീസസ് നെയിം. ആരാധിക്കുക ദൈവമേ. ആരാധന ചിലതിനെ റിവേഴ്സ് ചെയ്യും. നീ കരഞ്ഞിട്ട് റിവേഴ്സ് ആകാത്തത്, നീ സങ്കടപ്പെട്ടിട്ട് റിവേഴ്സ് ആകാത്തത്, നിന്റെ ആരാധനയിൽ റിവേഴ്സ് ആകും. ഒരു ഭയങ്കര ഒരു ഡീപ്പ് കോൺഫിഡൻസിനകത്താണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. റിവേഴ്സ് ആകും, റിവേഴ്സ് ആകും. ഹോൽ തരാദിയ അമേൻ. പേഴ്സണൽ ബോണ്ടേജസുകൾ പൊട്ടും. അമേൻ. ഡോറുകൾ ഓപ്പൺ ആകും, ഓപ്പർച്യൂണിറ്റീസ് സംഭവിക്കും. 3 സ്തോത്രം, റിവേഴ്സലുകൾ സംഭവിക്കും. ഞാൻ മുൻപോട്ട് പോവുകയാണ്. അടുത്തത് 1, ആരാധിക്കുന്നവന് വാഗ്ദത്തങ്ങളെ പ്രാപിക്കാം. 2, ആരാധിക്കുന്നവൻ്റെ മുൻപാകെ ബന്ധനങ്ങൾ അഴിയുകയും വാതിലുകൾ തുറക്കുകയും ചെയ്യും. 3, ആരാധിക്കുന്നവൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ റിവേഴ്സ് ചെയ്യപ്പെടും. 4, ആരാധിക്കുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീരെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കാൻ തുടങ്ങി. എപ്പോഴാണെന്നറിയാമോ? ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. ഞാൻ അതിനകത്തൊന്ന് 1-2 പോയിന്റുകൾ പറയാം. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് ഇങ്ങനെ പറയാം: ആരാധിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും, ആരാധിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും, ആരാധിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും, ആരാധിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. എനിക്കത് 1000 വട്ടം നിങ്ങളോട് പറഞ്ഞാലും ഇന്ന് ഈ 1 മണിക്കൂർ മുഴുവനും വേറെ ഒരു വാക്കും പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നാലും എനിക്ക് മടുപ്പുണ്ടാകത്തില്ല. ആരാധിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാം, ആരാധിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാം. നീ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട്, അമ്മേ ഞാൻ പച്ചയ്ക്ക് പറയാം, നീ ബന്ധക്കോസി കൂടിയത് കൊണ്ട് പലരും നിന്റെ അടുക്കൽ മിണ്ടാതായേക്കും. പക്ഷേ നീ ആരാധിച്ചു തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാം, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാം. ആരാധിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങി. ആരാധിക്കുന്നവനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വളരെ സർട്ടനിറ്റിയോടുകൂടെ വളരെ പർട്ടിക്കുലറായി 2 പേരുകളെ എടുത്ത് പറയുകയാണ്. അന്ത്യോക്യ സഭയിൽ എത്രയോ പേരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്. ഭയങ്കര ഒരു ചർച്ചാണ്, ഒരു മെഗാ ചർച്ചാണ്. പക്ഷെ ആരാധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് 2 പേരെ സ്പോട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര പർട്ടിക്കുലാരിറ്റികൾ, സർട്ടനിറ്റികൾ, സ്പെസിഫിക് ആയിട്ട് ചിലതിനെ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. സ്തോത്രം. പൗലോസിനെയും ശീലാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പാൻ പറഞ്ഞു. ഞാൻ അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ നിയോഗം വെളിപ്പെട്ടു, ദൈവത്തിൻ്റെ പ്ലാന് വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം അവൻ ആരാധിക്കുന്നവൻ, അവൻ ഇൻഫിനിറ്റിക്കകത്ത്, അൺസർട്ടനിറ്റിക്കകത്ത് ആരാധിക്കുന്നവൻ കൺഫ്യൂഷൻ സ്റ്റേജിൽ മുമ്പോട്ട് പോകത്തില്ല, ആരാധിക്കുന്നവൻ അൺസർട്ടനിറ്റിയിൽ മുമ്പോട്ട് പോകത്തില്ല. അവൻ വർഷിപ്പർ വിൽ ഹാവ് എ സർട്ടനിറ്റി ഇൻ ഹിസ് ലൈഫ് ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് reveals the counsel of God. The Holy Spirit reveals the purpose of God to one who worship him. ദൈവത്തെ ആരാധിക്കുന്നവന് പരിശുദ്ധാത്മാവ് തൻ്റെ നിയോഗങ്ങളെ വെളിപ്പെടുത്തും. ഇനി എങ്ങോട്ടാ പോകേണ്ടത്, ഇനി എന്താ ചെയ്യേണ്ടത്, ഞാൻ ആരോടാ സംസാരിക്കേണ്ടത്, എവിടോട്ടാ പോകേണ്ടത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കർത്താവെ, ഞാനിനി എന്തോ ചെയ്യും, എങ്ങോട്ട് പോകാം? When the season of uncertainty escalates, begin
worship, and the Holy Spirit will deal with you, will start a conversation with you, and the Holy Spirit, he will reveal the plan, the purpose, the anointing, the appointment, the commission of God over you. ഇന്നമേൽ ഉള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ നിർണയം ആരാധിക്കുന്നവന് വെളിപ്പെട്ട് വരും. ഞാൻ പറയട്ടെ, ആരാധിക്കുന്നവന് ദൈവത്തിന്റെ നിയോഗം വെളിപ്പെട്ട് വരും. അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ മർജ് ദ വർഷിപ്പ് വിത്ത് ഫാസ്റ്റിംഗ്, മർജ് ദ ഫാസ്റ്റിംഗ് വിത്ത് ദ വർഷിപ്പ്. ഉപവാസത്തെ ആരാധനയോടുകൂടെ ക്ലബ് ചെയ്യണം, ആരാധനയെ ഉപവാസത്തോടുകൂടെ ക്ലബ് ചെയ്യണം. ആരാധിക്കുന്നവൻ ഉപവസിക്കണം, ഉപവസിക്കുന്നവൻ ആരാധിക്കണം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ്, ആരാധിക്കുന്നവൻ ഉപവസിക്കണം, ഉപവസിക്കുന്നവൻ ആരാധിക്കണം. ഉപവസിച്ചിട്ട് വയറു വിശന്നിങ്ങനെ ആടിയും തൂങ്ങിയും ചതഞ്ഞെന്ന് നടന്നാൽ പോരാ, ഉപവസിക്കുന്നവൻ ആരാധിക്കണം. ചിലരൊക്കെ ഉപവാസ പ്രാർത്ഥനകളിൽ വന്നിരുന്നിങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ചിലരൊക്കെ ആരാധനയ്ക്ക് വന്നാൽ പോലും അനങ്ങാതിരിക്കുന്നവരെ നമ്മൾ വൈകിട്ട് വിളിച്ചിട്ട് ചോദിക്കും, എന്താ അനക്കമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ പറയാം, അത് ഞാനൊരു 21 വാസ്ത്രേ 21 ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വന്ന് തലയും കുത്തി കിടക്കണോ? നോ, വർഷിപ്പും ഫാസ്റ്റിങ്ങും കൂടെ ക്ലബ് ചെയ്യപ്പെടട്ടെ, ആരാധനയും ഉപവാസവും കൂടെ ചേർക്കപ്പെടട്ടെ. അപ്പോൾ ദൈവത്തിന്റെ നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങും. ആർ യു ഈഗർ ടു ലിസൺ ഫ്രം ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിൽ നിന്നൊന്ന് കേൾക്കാൻ കൊതിയുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് സംസാരിക്കണമെന്നൊരാശയുണ്ടോ? ബിഗിൻ എ വർഷിപ്പ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ടു യു ഇൻറ്റിമേറ്റ്ലി. വളരെ ഇൻറ്റിമസിയായി, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ആരോട്? ആരാധിക്കുന്നവനോട്. നിങ്ങൾ ആരംഭം തുടങ്ങി നോക്ക്, ദൈവം ആരോടാ സംസാരിച്ചതെന്നറിയാം? ആരാധിക്കുന്നവനോട് ദൈവം സംസാരിച്ചു. നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങി ദൈവത്തിനൊരു യാഗപീഠം പണിതു. ദൈവം ഒന്ന് നോഹയോട് സംസാരിക്കാൻ തുടങ്ങി. അബ്രഹാം യാഗപീഠം പണിതു, ദൈവം സംസാരിക്കാൻ തുടങ്ങി. മോശ യാഗപീഠം പണിതു, ദൈവം സംസാരിക്കാൻ തുടങ്ങി. യാക്കോബ് ഇസഹാക്ക് യാഗപീഠം പണിതു, ദൈവം സംസാരിക്കാൻ തുടങ്ങി. യാഗപീഠത്തിൻ്റെ അടുക്കൽ, ആരാധനയുടെ ഓൾട്ടറിൻ്റെ അടുക്കലാണ് ദൈവം സംസാരിക്കാൻ തുടങ്ങിയത്. സ്തോത്രം. സെഖറിയ പ്രവാചകൻ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവാലയത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്തൊരു ദൂതൻ നിൽക്കുന്നത് കണ്ടോ? ദൂതൻ എവിടെ വന്ന് നിൽക്കുന്നതെന്നറിയാമോ? വല്ല ചപ്പും ചള്ളും കിടക്കുന്നിടത്തല്ല വന്ന് നിൽക്കുന്നത്. സ്തുതി ഉയരുന്ന, ആരാധന ഉയരുന്ന ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് ദൂതൻ വന്ന് നിന്നോ. ആരാധനയുടെ ധൂപവർഗം ഇടാൻ കയറി ചെന്ന സെഖറിയാവ് കാണുന്നത് ദാ ദൂതൻ നിൽക്കുന്നത്. സംസാരിക്കാൻ തക്കവണ്ണം, ആരാധിക്കാൻ കയറി ചെല്ലുന്നവനോട് സംസാരിക്കാൻ ദൂതന്മാരിറങ്ങി വരുമെന്ന്, ആരാധിക്കുന്നവനോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്ന്. സെഖറിയാവ് പഴയ നിയമ പുരോഹിതനാ. സെഖറിയാവിൻ്റെ അടുക്കൽ ആരാധിക്കാൻ ചെന്നപ്പോൾ ആരാ സംസാരിക്കാൻ ഇറങ്ങി വന്നതെന്നറിയാമോ? ദൂതനാ സംസാരിക്കാൻ ഇറങ്ങി വന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൂതനല്ല ഇറങ്ങി വന്നത്, പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമൻ, അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പുതിയ നിയമ വിശ്വാസിയെ, നീ ആരാധിക്കുമ്പോൾ ദൂതനല്ല നിന്നോട് സംസാരിക്കാൻ പോകുന്നത്, നീ ആരാധിക്കുമ്പോൾ ദൈവം തന്നെ നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. 1, ആരാധനയാൽ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാം. 2, ആരാധനയാൽ ബന്ധനങ്ങൾ അഴിഞ്ഞ് വാതിലുകൾ തുറക്കാം. 3, ആരാധനയാൽ സംഗതികളെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. 4, ആരാധനയാൽ നമുക്ക് നിയോഗങ്ങളെ അറിയാം, പരിശുദ്ധാത്മാവിൻ്റെ സംഭാഷണങ്ങളെ കേൾക്കാം. 5, സ്തോത്രം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ എലീശ പറയുകയാണ്, എലീശ പ്രവാചകൻ പറയുകയാണ്, എലീശ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെയൊക്കെ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്, മ്യൂസിക് ഉണ്ടെങ്കിലേ പാസ്റ്ററിന് ആരാധന വരത്തുള്ളെന്ന്. അത് എലീശ പ്രവാചകനും അങ്ങനെയായിരുന്നേ. മ്യൂസിക്കും പാട്ടും ഒക്കെ ഉള്ളപ്പോഴാണ് എലീശ പ്രവാചകൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നത്. കാരണം ആരാധിക്കുന്നവൻ്റെ മേളിലാണ് ദൈവത്തിൻ്റെ കൈ വരുന്നത്. എലീശ പറഞ്ഞു, ഒരു വീണക്കാരനെ കൊണ്ടുപോവാ. ഇവിടെ എല്ലാവരും ഇങ്ങനെ പുറപുറത്ത് ഞരങ്ങി മൂളിയിരിക്കുന്നിടത്തൊന്നും ദൈവത്തിൻ്റെ കൈവരത്തില്ല. ഞരങ്ങി മൂളിയിരിക്കുന്നിടത്തല്ല. അതുകൊണ്ടൊരു വീണക്കാരനെ കൊണ്ടുവന്ന് ഒരു വർഷിപ്പ് മോഡിലേക്ക് കയറട്ടെ. ഞാൻ പ്രവാചകനാ, എനിക്ക് കൃപാവരമുണ്ട്, പക്ഷെ കൃപാവരം ജ്വലിക്കണമെങ്കിൽ വീണക്കാരൻ വരണം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആരാധിക്കുന്നവരുടെ നടുവിൽ കൃപാവരങ്ങൾ ജ്വലിക്കും.
ആരാധിക്കുന്നവരുടെ നടുവിൽ കൃപാവരങ്ങൾ ജയിക്കും. The hand was upon him when the worship begins. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, begin the worship at the maximum level. നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ ആരാധിക്കാം, സമയം നോക്കാതെ ആരാധിക്കാം. As the worship continues, the gifts will be manifested. കൃപാവരങ്ങൾ ജ്വലിക്കുകയാണ്. യഹോവയുടെ കൈ തൻ്റെ മേലിലേക്ക് വരികയാണ്. ഹോറാക്കസഥാരിയ. ഞാനതിനെ ഇങ്ങനെ പറയും, ആരാധിക്കുന്നവന് വേണ്ടി ദൈവകരം വെളിപ്പെടും. ആരാധിക്കുന്നവന് വേണ്ടി ദൈവകരം വെളിപ്പെടും. ദൈവകരം അവന് വേണ്ടി നീട്ടപ്പെടും. The Lord stretched his hands for one who worship. ആരാധിക്കുന്നവന് വേണ്ടി ദൈവം തൻ്റെ കൈ നീട്ടി, തൻ്റെ മേളിൽ കൈവച്ചു. ഹോ, എത്ര മനോഹരം! താൻ പ്രവചിക്കാൻ തുടങ്ങി, കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങി. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അപ്പം ആരാധിക്കുന്നവൻ്റെ മുൻപാകെ കൃപാവരങ്ങൾ ജ്വലിക്കും, അത്ഭുതങ്ങൾ നടക്കും. ആരാധിക്കുന്നവൻ്റെ മുൻപാകെ കൃപാവരങ്ങൾ ജ്വലിക്കും. മഴയും കാറ്റും ഒന്നുമില്ലെങ്കിലും വെള്ളം വരും. സംതിങ് അൺയൂഷ്വൽ, സംതിങ് സൂപ്പർ നാച്ചുറൽ വിൽ ഹാപ്പൻ ഇഫ് യു ഹാവ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് വർഷിപ്പ്. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് പറയട്ടെ, യു മസ്റ്റ് ഹാവ് എ വർഷിപ്പ് ലൈഫ് സ്റ്റൈൽ. ദെൻ ദ ഗിഫ്റ്റ്സ് വിൽ ബി മാനിഫെസ്റ്റഡ്, the gifts will be ignited, and supernatural miracles will happen for you. Amen. Continue in prayer. Watch over the prayer in thanksgiving, in worship. ഞാൻ സമയം അവസാനിക്കുന്നുണ്ട്, ഞാൻ മുമ്പോട്ട് പോകട്ടെ. 6-ാമത്തെ വിഷയം, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. നമുക്ക് ഒത്തിരി പരിചിതമായ വാക്യമാണ്. നമ്മളൊക്കെ പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ പറയും, ആരാധിക്കുമ്പോൾ എരിഹോ മതിലിടിയും, ആരാധിക്കുമ്പോൾ എരിഹോ മതിലിടിയും. പക്ഷേ ദൈവം പറഞ്ഞത് ആരാധിക്കുമ്പോൾ എരിഹോ മതിലിടിയുമെന്നല്ല. ദൈവം പറഞ്ഞത് ആരാധിച്ചാൽ എരിഹോ മതിലിടിയുമെന്നല്ല പറഞ്ഞത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ആർപ്പിടുവീൻ, മതിൽ താഴെ പോകാൻ പോകുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? യോശുവ 6:16, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ആരാധിക്കുന്നവന് എന്തോ കിട്ടും? ആരാധിക്കുന്നവന് പട്ടണം കിട്ടും. ഞാനതിനെ 2 ഭാഗമായിട്ട് എടുക്കുകയാണ്. If you have a lifestyle of worship, if you are a worship, the territory will be under your control. നിനക്കൊരു ടെറിട്ടോറിയൽ അതോറിറ്റി ഉണ്ടാകും. ഒരു ദേശാന്തകാര ശക്തിയും ആരാധിക്കുന്നവനെതിരെ നിൽക്കത്തില്ല. പട്ടണവും അതിലുള്ളതും നിന്റെ കയ്യിൽ വന്നിരിക്കുന്നു, കാരണം നീ ആരാധിക്കുന്നവനാ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റും അല്ല നിന്നെ ലിമിറ്റ് ചെയ്യേണ്ടത്. പകരം ടെറിട്ടറിയുടെ മേൽ നിനക്കൊരധികാരം ഉണ്ടാകണം. അതിനെന്താ വേണം? ആരാധിക്കണം. യു മസ്റ്റ് ഹാവ് എ സ്പിരിറ്റ് ഓഫ് വർഷിപ്പ്. യു മസ്റ്റ് ഹാവ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് വർഷിപ്പ്. പട്ടണം നിനക്ക് ലഭിക്കും. എന്നാൽ അത് സ്പിരിച്വലി എടുക്കുമ്പോൾ അതൊരു ടെറിട്ടോറിയൽ അതോറിറ്റിയാണ്. ഒരു റീജിയൻ്റെ മേൽ എത്രത്തോളം ആരാധിക്കുന്നോ അത്രത്തോളം. ചെറിയ ആരാധനയൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുന്ന മുറിക്കകത്തൊരു അധികാരം കിട്ടും. കുറച്ചും കൂടെ ആരാധന ഉണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ നിനക്കൊരു അധികാരം കിട്ടും. കുറച്ചും കൂടെ നീ ഒന്ന് ആരാധിക്കാമെങ്കിൽ നിൻ്റെ കോളനിക്കകത്ത് നിനക്കൊരു അധികാരം കിട്ടും. കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് ആരാധിക്കാമെങ്കിൽ നിൻ്റെ ഏരിയയിൽ നിനക്കൊരു അതോറിറ്റി കിട്ടും. കുറച്ചും കൂടെ ബലമായിട്ട് ആരാധിക്കാമെങ്കിൽ നിൻ്റെ ടെറിട്ടറി, ആരാധന കൂടുന്നതനുസരിച്ച് ടെറിട്ടറി ഒരു റീജിയനായി മാറും. പിന്നെയും ആരാധന കൂടുന്നതനുസരിച്ച് റീജിയൻ ഒരു നേഷനായി മാറും. പിന്നെയും ആരാധന കൂടുന്നതനുസരിച്ച് റീജിയൻ ഒരു യൂണിവേഴ്സലായി, നേഷൻ ഒരു യൂണിവേഴ്സൽ അതോറിറ്റിയായി മാറും. Let us be the strong worshippers and let us have authority over whole universe. Alara satari. അത് ഒന്ന് ഒരു ടെറിട്ടോറിയൽ അതോറിറ്റിയാണ് ആരാധിക്കുന്നവൻ. എന്നാൽ അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോശുവ 6:17 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഈ പട്ടണവും
അതിലുള്ളതൊക്കെയും, ഈ പട്ടണവും അതിലുള്ളതൊക്കെയും. ആമേൻ. പട്ടണത്തിനകത്തൊരു നന്മയുണ്ട് ദൈവപൈതലേ. ഇൻ ഈച്ച് ടെറിട്ടറി there is a goodness. In each region, in every nation, there is a goodness. To have the goodness, you must be a worshipper. Hallelujah. ആരാധിക്കുന്നവന്റെ മുമ്പാകെ മതിൽ തകരുമെന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല. ആരാധിക്കുന്നവന് ആ പട്ടണവും ആ പട്ടണത്തിലുള്ളതൊക്കെ ലഭിക്കാം. ആമേൻ. നീ ജർമ്മനി കാണാൻ ചെന്നവനാണെങ്കിൽ നീ ആരാധിക്കണ്ട. നീ ജർമ്മനിയിൽ 3 മാസം നിന്നിട്ട് മിണ്ടാതെ വീട്ടിൽ പോരാൻ വന്നവനാണെങ്കിൽ നീ ആരാധിക്കണ്ട. ഇല്ല, അതിനകത്തുള്ള നന്മയെ അനുഭവിക്കാനാണോ നീ ചെന്നിരിക്കുന്നത്? നീ ആരാധിക്കണം. ആമേൻ. നീ അവിടെ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും എട്ടായി മടക്കി തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും വരയ്ക്കാനാണ് പരിപാടിയെങ്കിൽ നീ ആരാധിക്കണ്ട. ഇല്ല, നീ ചെന്ന ദേശത്തെ കാലേബ് ഒരു വർത്തമാനം പറഞ്ഞു. എന്തുവാണെന്നറിയാവോ? യഹോവ നമ്മളിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ആ ദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയും അത് നമുക്ക് അവകാശമായി തരികയും ചെയ്യും. കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുമെന്നല്ല, എൻ്റെ കാലവിടെ കുത്തുമെന്നല്ല, അതിനകത്ത് നന്മയെ ദൈവം നിനക്ക് തരും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നോ? ദൈവപ്രസാദമുള്ളവൻ ഒരു ദേശത്ത് ചെന്നാൽ ആ ദേശത്തിൻ്റെ അനുഗ്രഹത്തെ അവൻ അവകാശമാക്കും. ആ പട്ടണവും അതിലുള്ളതൊക്കെയും. ഇന്ന് പകൽ ജർമ്മനിയുടെ മണ്ണിനകത്ത്, നീ ആയിരിക്കുന്ന ടെറിട്ടറിക്കകത്ത് നിനക്കൊരു നന്മ ആഗ്രഹമുണ്ടോ? നീ ആരാധിച്ചു തുടങ്ങ്. ഞാൻ പ്രോസ്പെറിറ്റി പറയുകയാണെന്ന് ലോകം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ആരാധിച്ചാൽ നീ പാർക്കുന്ന ദേശത്ത് നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകും. നീ ആരാധിച്ചാൽ നീ പാർക്കുന്ന ദേശത്ത് നിനക്കൊരു സ്വന്തമായി കെട്ടിടം ഉണ്ടാകും. നീ ആരാധിച്ചാൽ നീ ആരാധിക്കുന്ന ദേശത്ത് നിനക്കൊരു മാന്യതയുണ്ടാകും, നിനക്കൊരു അവകാശം ഉണ്ടാകും. ഇന്ന് പകൽ അത് അങ്ങനെ പക്കയായിട്ട് ചിലരോട് പറയാൻ പറയുന്നു, കുഞ്ഞെ നീ നന്നായി ആരാധിക്കുക. ആ ദേശത്ത് ദൈവം നിനക്കൊരു പ്ലേസ് തരും. അവിടെ ദൈവം നിന്നെ പ്ലേസ് ചെയ്യും. അവിടെ ദൈവം നിന്നെ പ്ലാന്റ് ചെയ്യും. അവിടെ ദൈവം നിന്നെ റൂട്ട് ചെയ്യും. നീ അവിടെ ഫ്ലറിഷ് ചെയ്യുക. നീ അവിടെ ബ്ലസ് ചെയ്യപ്പെടും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് അങ്ങനെ നിന്റെ നേരെ ചാട്ടുളി പോലെ, അമ്പ് പോലെ നിന്റെ നേരെ വചനത്തെ തൊടുത്തുവിടാൻ പരിശുദ്ധാത്മ പറയുന്നു, worship and you shall be a possessor, you shall be an inheritor in that land. Arthani Marasia. കർത്താവേ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. You will not be a loser in that land, but you shall be a possessor in that land. നീ ആരാധിച്ച് തുടങ്ങുന്ന ദൈവമേ, നീ കൈയും വീശി ഇറങ്ങിപ്പോകത്തില്ല. നീ ഒരു പൊട്ടനെ പോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല. നീ അവിടെ നിന്ന് ഒരു ലൂസറായി അവിടെ നിന്ന് തിരിയത്തില്ല. You shall be a possessor there. You shall be an inheritor there because of your worship lifestyle. ഇന്ന് പകൽ നീ പറ, ഈ ദേശത്തിന്റെ നന്മ ഞാൻ പിടിക്കാം, ഈ ദേശത്തിന് അനുഗ്രഹം ഞാൻ പിടിക്കാം, ആരാധിച്ച് ഞാനത് പിടിക്കാം, ആരാധിച്ച് ഈ ദേശത്തിന്റെ നന്മ ഞാൻ പിടിക്കാം. ഇന്ന് പകൽ അങ്ങനെ അത് ഡിക്ലെയർ ചെയ്തേ. ആരാധിച്ച് ഞാൻ ഈ ദേശത്തിന്റെ നന്മ പിടിക്കാം, ആരാധിച്ച് ഞാൻ ഈ ദേശത്തിന്റെ അനുഗ്രഹം പിടിക്കാം, ആരാധിച്ച് ഞാൻ ഈ ദേശത്തിന്റെ ഉയർച്ച പിടിക്കാം, ആരാധിച്ച് ഞാൻ ഈ ദേശത്തിന്റെ മാന്യത പിടിക്കും. The territory will be in your control because you are a worshipper. And you shall possess the goodness of the land. You shall inherit the goodness, the fatness of the land because of your worship lifestyle. ആരാധിച്ച് ഞാനൊരു ഭാഗം കൂടെ, 7ാമത്തെ വിഷയം കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. ഗിദെയോന്റെ കൂടെ 300 പേരാ യുദ്ധത്തിന് പോവുക. 300 പേരുമായിട്ട് 30,000 പേര് വരാമെന്ന് പറഞ്ഞ് പുള്ളിക്ക് ഏതാണ്ട് വെളിപ്പാടുണ്ടായെന്ന് പറഞ്ഞ് പുള്ളി ഇപ്പം പറയാം 300 പേര് മതിയെന്ന്. വെളിപ്പാടുള്ളവൻ്റെ കൂടെ ആളൊത്തിരി കാണത്തില്ല കേട്ടോ. വെളിപ്പാടില്ലാത്തവൻ്റെ കൂടെ ക്യുക്ക് ഗ്രോത്ത് ആയിരിക്കും. വെളിപ്പാടുള്ളവൻ്റെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ബഥേൽ ഫാമിലിയോടുകൂടെ ഞാൻ പറയട്ടെ, ഗിദെയോനോടുകൂടെ നിന്ന 300 പേരെ പോലെ സെലക്റ്റഡ് ആയിട്ടുള്ള, എലക്റ്റഡ് ആയിട്ടുള്ള, ചോസൺ ആയിട്ടുള്ളവർ മാത്രം നിങ്ങളുടെ കൂടെ നിന്നാൽ മതി. യു ആർ എ ചോസൺ ജനറേഷൻ, യു ആർ എ ചോസൺ ഫാമിലി. ലബോർഥാനി മഹസ പ്രബർഥാനി. ചിലരൊക്കെ മാറിപ്പോയാൽ, ചിലരൊക്കെ ഒഴിഞ്ഞു പോയാൽ അവരെ സന്തോഷത്തോടെ യാത്ര അയക്കണം, അവരെ സമാധാനത്തോടെ പറഞ്ഞു വിട്ടേക്കണം. ഗിദെയോനോട് 300 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ജീസസ് യുദ്ധത്തിന് പോവുകയാണ് 300 പേരുമായിട്ട്. ആള് കൂടിയത് കൊണ്ട് ജയമുണ്ടാകത്തില്ല. പക്ഷേ കൂടെ ഉള്ളത്
തെരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം. കൂടെയുള്ളത് വിളിക്കപ്പെട്ടവനായിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ളതും വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും മാത്രമാണ്. അത് മതി ഞങ്ങൾക്ക്. സ്തോത്രം. അവർ പോവുകയാ കുന്തവും പന്തവുമായിട്ട്, കുടവും പന്തവുമായിട്ട്. യുദ്ധത്തിന് വേറെ എന്തെല്ലാം ആയുധം കിട്ടും, പക്ഷെ കുടവും പന്തവുമായിട്ട് പോവുകയാണ്. ജീസസ്. കുടവും പന്തവുമായിട്ട് അവരവിടെ ചെന്ന് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ജഡ്ജസ് ചാപ്റ്റർ 7 and verse 20, ന്യായാധിപന്മാർ 7:20, 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തവും വലത്തു കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്നാർത്തു. ജീസസ്. അടുത്ത ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ, അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. 2 കാര്യം എനിക്ക് അതിൽ നിന്ന്, ആ വാക്യത്തിൽ നിന്ന് പറയാനുണ്ട്. ആരാധിക്കുന്നവൻ താന്താന്റെ നിലയിൽ തന്നെ നിൽക്കും. അവന്റെ കയ്യിൽ കുന്തമില്ല, അവന്റെ കയ്യിൽ ആയുധമില്ല, ഒന്നുമില്ല. പക്ഷെ അവന്റെ വലം കയ്യിൽ കാഹളവും ഇടം കയ്യിൽ പന്തവും ഉണ്ട്. അവൻ ആർക്കുന്നവനാ, അവൻ ആരാധിക്കുന്നവനാ. ആരാധിക്കുന്നവൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. 300 പേരേ ഉള്ളൂ, പക്ഷെ ആരാധിക്കുന്നവൻ നിന്നിടത്ത് തന്നെ നിന്നു. ആരാധിക്കുന്നവൻ നിൽക്കുന്നിടത്ത് നിൽക്കും. യു ഷാൽ ബി സേഫ് ഇൻ യുവർ പൊസിഷൻ. യു ഷാൽ ബി സേഫ് ഇൻ യുവർ ഡിഗ്നിറ്റി. യു ഷാൽ ബി സേഫ് ഇൻ യുവർ റെപ്യൂട്ടേഷൻ. ഹു ക്യാൻ ചലഞ്ച് യു? ഹു ക്യാൻ ചേഞ്ച് യു? നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും കുഞ്ഞെ. നിന്നെ അവിടെ നിന്ന് തെറിപ്പിക്കാമെന്ന് ഉലകത്തിൽ ആര് വന്നാൽ, ദൈവം നിനക്ക് നൽകിയ പൊസിഷനകത്തുനിന്ന് നിന്നെ വാരിയെടുത്ത് അലക്കി എറിയാമെന്ന് ഉലകത്തിലേതവൻ ചിന്തിച്ചാലും നടക്കത്തില്ല. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. ഇന്ന് രാത്രികാലം ഈ വാക്യം നിന്നെ കയറി പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ബൈബിളിനകത്ത് അതൊന്ന് ബ്രാക്കറ്റ് ഇട്ട് വെച്ചോ. ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. ദൈവം എന്നെ നിർത്തിയ ഇടത്ത് നിന്ന് ഒരുത്തനും എന്നെ പറിക്കത്തില്ല. I shall stand in the appointed place. I shall stand in the appointed place. I shall be in my place. അടുത്ത ഭാഗം എന്താണെന്നറിയോ? അവർ പാളയത്തിന്റെ ചുറ്റും താന്താന്റെ നിലയിൽ തന്നെ നിന്നു. അടുത്തത്, പാളയമെല്ലാം പാച്ചൽ തുടങ്ങി. അവർ നിലവിളിച്ചും കൊണ്ട് ഓടിപ്പോയി. നീ നിൽക്കുന്നിടത്ത് നിൽക്കും, ശത്രു ചെതറുകയും ചെയ്യും. എന്താ കാര്യമെന്നറിയാമോ? They were worshippers. They were worshippers. ആരാധിക്കുന്നവൻ നിൽക്കുന്നിടത്ത് നിൽക്കും, അവനെതിരെ നിൽക്കുന്ന ശത്രു ചെതറിപ്പോകും. ഇന്ന് പകൽ ഞാൻ ഈ അവസാനത്തെ ദൂത് ഇതിനകത്ത് പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ദൂത് ദൈവം എനിക്ക് തന്നതാണെന്നുള്ള ധൈര്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, വരുന്ന ദിവസങ്ങളിൽ ലിറ്ററലി നീ കാണും. നിനക്കല്ല ടെർമിനേഷൻ ലെറ്റർ കിട്ടാൻ പോകുന്നത്, നീ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും കുഞ്ഞെ. പക്ഷേ നീ ചിലരുടെ ഫെയർവെല്ലിൽ പങ്കെടുക്കും കേട്ടോ. നീ ചിലരുടെ ഫെയർവെല്ലിൽ പങ്കെടുക്കും. ബട്ട് യു വിൽ സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ പ്ലേസ്. ഇന്ന് രാത്രി കർത്താവേ, ഇതിനകത്ത് ചിലരെ ഞാൻ പർട്ടിക്കുലറായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Let them stand in their reputation, their position, their dignity, their authority, their place. Let the enemy, let the adversary scatter before them. നിനക്കെതിരെ എഴുതിയ ചില ടെർമിനേഷൻ ഓർഡറുകൾ സ്വർഗം ഈ രാത്രി കീറിക്കളയുന്നു. You shall stand there. And you shall see the scattering of adversaries. ഞങ്ങൾ ആരാധിക്കുന്നു.
അപ്പോസ്തലന്മാർ ആരാധിച്ചതുപോലെ, ശലാബാരാഥാനിയ പിതാക്കന്മാർ ആരാധിച്ചതുപോലെ, അന്ത്യോക്യ സഭ ആരാധിച്ചതുപോലെ, എലീശയും വീണക്കാരനും ആരാധിച്ചതുപോലെ, എരിഹോവിന്റെ മുമ്പിൽ ആരാധിച്ചതുപോലെ, ഗിദയോനോടൊപ്പമുള്ളവർ ആരാധിച്ചതുപോലെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ. ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലന്മാർ ആരാധിച്ചതുപോലെ, പൗലോസും ശീലാസും ആരാധിച്ചതുപോലെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിലും ഇത് കഴിയുമ്പോഴും അത്ഭുതകരമായത് ചിലത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൃപയ്ക്കകത്ത് നിന്നുകൊണ്ട് ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.